എന്റെ പേര് ഉണ്ണി. ഹായ് ഉണ്ണിച്ചേട്ടാ. ഹായ് ഉണ്ണിച്ചേട്ടാ. ഹായ് ഹായ്. ഹായ്. എന്തായാലും വളരെ സന്തോഷകരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിന്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ കയറാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ എങ്ങനെയാണോ ജീവിതം ആ രീതിയിൽ ഉൾക്കൊള്ളാനൊക്കെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് പറ്റിയത്. ഇന്ന് 10ാമത്തെ പടിയെ കുറിച്ച് പറയുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തുടക്കത്തിലൊക്കെ ഈ പടികളൊക്കെ വായിക്കും. മീറ്റിംഗിൽ നമ്മൾ വായിക്കുന്ന പടികൾ അതൊക്കെ അത്ര വലിയ പ്രാധാന്യം എന്താണെന്നും അല്ലെങ്കിൽ അതിന് ഒരു സ്പോൺസർ എന്തിനാ, എനിക്ക് വായിക്കാൻ അറിയാം, ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, വിലയിരുത്തലൊക്കെ ഞാൻ നടത്താറുണ്ട് എന്നൊക്കെ ഞാനും കരുതിയിരുന്നു. ഈ വായിക്കുന്ന പടികൾ ഇങ്ങനെ തുടക്കത്തിൽ വായിക്കുന്നതിനപ്പുറം പ്രധാനമായിട്ട് ആൾക്കാർ പടികൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇപ്പൊ അത്ര ചെയ്യാനുള്ളത്? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്നുള്ള ആ ചിന്ത. കാരണം മദ്യപിക്കാതിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി കാര്യങ്ങളിൽ ഞാൻ വലിയ കുഴപ്പമില്ല എന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പറയുക എന്ന് പറയുന്നത് എന്റെ ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെ കരുതുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ പോകെയാണ് ഈ പറയുന്ന കാര്യങ്ങളും എന്റെ ധാരണകളും തെറ്റായിരുന്നു. 1ാമത്തെ പടിയിൽ പറയുന്ന പരാജയം സമ്മതിക്കാൻ പോലും ഞാൻ വിസമ്മതനായിരുന്നു. മദ്യത്തിന്റെ കാര്യത്തിൽ പരാജയം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മീറ്റിംഗിൽ കയറി ഇരുന്നുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. ബാക്കി പല കാര്യങ്ങളിലും എനിക്ക് ആശയങ്ങൾ എടുക്കാതെ എന്റേതായ ന്യായീകരണങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ വിമർശനം പോലും എനിക്ക് എടുക്കാൻ പറ്റാതെയാകുന്നുണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. അവിടെയാണ് ഈ പ്രോഗ്രാം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്നത് മീറ്റിംഗ് എന്നതിനുപരിയായിക്കൊണ്ട് മീറ്റിംഗ് തീർച്ചയായിട്ടും ആവശ്യമുള്ള നമ്മളെ സോഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഒരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. പരസ്പരം അനുഭവങ്ങളിലൂടെ നമുക്ക് വീണ്ടും കുടിക്കാതിരിക്കാനുള്ള കരുത്തുണ്ടാവുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, ഞാൻ എന്നെ പാകപ്പെടുത്തി ഒരുക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളിടത്താണ് 12 പടികളുടെ പ്രാധാന്യം വരുന്നത്. ആ പടികൾ കേവലം എൻ്റെ പഴയ ധാരണ, എൻ്റെ പഴയ ചിന്തകളിലൂടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം പുതിയൊരു ആശയം പടികളുടെ തുടക്കം മുതലേ ഉണ്ട്. എല്ലാം എന്നെ കൊണ്ട് പറ്റും എന്ന് ചിന്തിക്കുന്ന ഭാഗത്ത് നിന്ന് മാറി പരാജയം സമ്മതിക്കാൻ നീ തയ്യാറാണെങ്കിൽ അതിൽ നിന്ന് നിനക്ക് കരുത്തുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോഴാണ് 2ാമത്തെ പടിയിലേക്ക് മറ്റുള്ളവരെ കേൾക്കുക എന്ന് തുടങ്ങി പുതിയ ഒരു ദൈവസങ്കല്പം തന്നെ അവിടെ ഉടലെടുക്കുകയാണ്. 3ാമത്തെ പടിയിലൊക്കെ എത്തുമ്പോൾ ഇതുവരെ ഈ നല്ലത് നടക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് പറയുകയാണ്. എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ദൈവാനുഗ്രഹം, ജോലി കിട്ടി. അപ്പൊ നമ്മൾ കരുതുകയാണ് ദൈവം അനുഗ്രഹിക്കുന്ന. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു സൈഡിൽ പറയുന്നു വിധി മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് യാചന കൊണ്ട് എന്താ കാര്യം? ദൈവത്തോട് ഇങ്ങനെ യാചിക്കുകയാണ്, എനിക്കത് തരണമേ, എനിക്കിത് തരണമേ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ദൈവസങ്കല്പം അങ്ങനെയൊന്നും ആയിരുന്നില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റ് ചെയ്യുക, ഇതായിരുന്നു 3ാം പടി. അപ്പൊ അത് എളുപ്പമൊന്നുമല്ല. കാരണം ഇവിടങ്ങളിലൊക്കെ യജമാനൻ, നമ്മൾ പറയില്ലേ, യജമാനനായിട്ടുള്ള ഒരാള്, ദൈവം യജമാനനായിട്ട് 3ാമത്തെ പടിയിൽ മാറുമ്പോൾ യജമാനനോട് ഇങ്ങനെ യാചന തുറന്ന യജമാനൻ പറയും, പരിപാടി നിർത്തി പോയിക്കോ എന്ന് പറയും എന്നോട്. എന്റെ മുതലാളിയാണ്. മുതലാളിയോട് എങ്ങനെ കുറെ നേരം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല, യാചിക്കാനൊന്നും പറ്റത്തില്ല. മറിച്ച് ഒരു തവണ പറയാം, പക്ഷെ മുതലാളി വിചാരിക്കണം. ആ രീതിയിലായിരുന്നില്ല എൻ്റെ പരിപാടി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ കൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ കുഴപ്പം. എൻ്റെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ജീവിതം പോകണം. അപ്പൊ അവിടങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ വിലയിരുത്തൽ രീതിക്ക് തുടക്കം കുറിക്കുന്നത് 4ാമത്തെ പടിയിലാണ്. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങള്, ആളുകള്, ഇത് കാരണമാണ് എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്. കുടിക്കാൻ പോകുന്നതിനും കാരണങ്ങൾ പലതും പറഞ്ഞിരുന്നതാണ്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുതിയ ഒരു രീതിശാസ്ത്രം 4ാമത്തെ പടി എനിക്ക് തരികയാണ്. നീ മറ്റുള്ള ആൾക്കാരാണ് നിന്റെ ജീവിതത്തിൽ കുഴപ്പം എന്ന് പറയുമ്പോൾ, മകനെ, കുഴപ്പം നിന്റെ ഭാഗത്തുണ്ട്, നീ അതിലേക്ക് വാ എന്ന് പറയുന്നത് തുടക്കം വരും 4ാമത്തെ പടിയാണ്. ഏറ്റവും വലിയ രസം, ഇത് 1ാമത്തെ പടിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എന്തിനാണ് പടികളെ ഇങ്ങനെ 10, 11, 12 എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നതെന്നും, ഒരു കാര്യവും തുടർച്ചയില്ലാതിരിക്കുന്ന എന്നെ പോലൊരു അഭ്യാസം.
എല്ലാം ആരംഭശൂരത്ത. എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയ പടി പരിശീലനം എന്നൊക്കെ പറഞ്ഞാൽ ചടയപ്പെടെ ഇതാ ഇറങ്ങി. ഭയങ്കര ഈ ജിമ്മിൽ എക്സസൈസ് ചെയ്യാൻ പോകണ മാതിരിയാണ്. നാളെ മുതൽ പോകണം എന്ന് പറയുമ്പോൾ ഇന്ന് ഉടൻ തന്നെ പോയിട്ട് ഷൂസ് എടുക്കും. ഗംഭീര ഷൂസാണ് എടുക്കുക. അതേപോലെ കയ്യിന് നല്ല കയ്യുറ മേടിക്കും, പ്രോട്ടീൻ പൗഡർ ഒക്കെ മേടിക്കും. കാരണം ജിമ്മ് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ആളോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പറയണ പോലെ 2-3 ദിവസം പോക്കും ഭയങ്കര ആവേശവും 2-3 ഫോട്ടോ ഇടലും സ്വയം ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഈ സാധനമൊക്കെ അതേപോലെ ഇട്ട് വീഴും. ഒരു കാര്യങ്ങളിലും ജീവിതത്തിൽ തുടർച്ചയില്ലാതിരിക്കുന്നവരാണ്. എല്ലാത്തിനും മറ്റുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്ന നമുക്ക് പുതിയ ഒരു രീതിശാസ്ത്രമായിട്ട് നിന്റെ കുഴപ്പമില്ലാതെ നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന പുതിയൊരു സാധനം. ഇതാണ് ഒന്നാമത്തെ പടിയിൽ പറഞ്ഞു. രോഗത്തിന്റെ പരിഹാരം എന്താണ്? ആത്മപരിശോധന, അമിതമായ അഭിമാനബോധം സന്തുലിതമാക്കുക, പോരായ്മകൾ ഏറ്റുപറയുക. ഒന്നാമത്തെ പടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പതുക്കെ 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 കൊണ്ടുവരികയും പടികൾ ഈ 12 പടികളായത് മദ്യാസക്തനെ പരിപൂർണമായിട്ട് അതിലേക്ക് കൊണ്ടുവന്ന് അവൻ അങ്ങനെ പറ്റൂ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്നെ 10ാമത്തെ പടി വായിച്ചത് കൊണ്ട് അവനെങ്ങനെ വിലയിരുത്താനോ? സ്വന്തമായിട്ട് എങ്ങനെ ഞാൻ വിലയിരുത്തുക? എന്റെ വിലയിരുത്തൽ രീതികൾ തെറ്റായിരുന്നു. അത് ബോധ്യമാക്കി തന്നത് 4ാമത്തെ പടിയിലൂടെ. അതും ബോധ്യമാകാൻ നല്ല സമയമെടുത്തു. ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യുന്നേ? എന്നെ അവനല്ലേ ദ്രോഹിച്ചേ? അവനല്ലേ എന്നെ ചീത്ത പറഞ്ഞേ? അവനല്ലേ എന്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചേ? അല്ലെങ്കിൽ അവനല്ലേ എന്നെ പറ്റിച്ചേ? എന്നിട്ട് നിങ്ങൾ പറയുന്നു എനിക്കാ കുഴപ്പമെന്ന്. എങ്ങനെ എനിക്ക് കുഴപ്പമുണ്ടാവുക? ഈ രീതിയായിരുന്നു എന്റെ ചിന്ത. അവിടെ പറഞ്ഞു അവന്റെ കുഴപ്പം നീ നോക്കണ്ട, നീ നിന്നിലേക്ക് നോക്ക്. നിന്റെ കുഴപ്പം എന്നാലേ മോനെ നിനക്ക് മാറാൻ പറ്റൂ. അങ്ങനെ ആകുമ്പോഴേ നിനക്ക് ഇന്നിൽ ജീവിക്കുക എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് എളുപ്പമൊന്നുമല്ല. ഇന്നിൽ ജീവിക്കണം. ആ രീതിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എത്ര ദൂരം പോകാനും തയ്യാറുണ്ടോ എന്ന് പടികൾ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. സ്വന്തം ചിന്ത മാറ്റിവെക്കുവോ? നിന്റെ വലിയ ബുദ്ധിയും വൈഭവം ഒക്കെ മാറ്റി വെച്ചിട്ടാണോ പ്രോഗ്രാം ചെയ്യാൻ വന്നത്? അങ്ങനെയാണെങ്കിൽ വന്നാ മതി. ഒരു നിർബന്ധമില്ല. നീ പ്രോഗ്രാം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്നാ പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സന്നദ്ധനാണ്. എത്ര ദൂരം പോകാനും സന്നദ്ധനാണ്. എന്റെ ഈഗോ മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്റെ സെൽഫ് സെന്റേഡ് ആകുന്ന ഈഗോ സെൻട്രിക് ആയ എന്റെ മനോഭാവം മാറ്റിവെച്ചാലേ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് 4ാം പടിയിലെ 4ാം കോളം എന്റെ തെറ്റ് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് പുതിയൊരു രീതിശാസ്ത്രമായിട്ട് മറ്റുള്ളവരുടെ പരാതിയും പരിഭവങ്ങളും സാഹചര്യങ്ങളെയും കുറ്റം പറഞ്ഞ് ഞാൻ എന്റെ തെറ്റുകൾ ഏറ്റു പറയാൻ തുടങ്ങി. അതുവരെ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ തെറ്റുകളാണ്. എന്റെ തെറ്റുകൾ ഏറ്റു പറയാൻ തുടങ്ങി. 6ാമത്തെ പടിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ 4ാമത്തെ പടിയിൽ നിന്ന് പരിപൂർണമായിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്താണ് എന്റെ അപാകത, എന്റെ കുറവുകള്, എന്റെ ഭയം, ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് മാറ്റാൻ തരട്ടെ. ഞാനൊരു പുരോഗതിയിലേക്കുള്ള പോക്കുകൾ പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 6ഉം 7ഉം ഒക്കെ പരിശീലനം വരുന്നു. 8ഉം 9ഉം പറ്റുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പരിഹാരം ചെയ്യേണ്ട മനോഭാവം കടന്നു വരുന്നു. ഇനി പറ്റുന്ന കാര്യങ്ങളിലൊക്കെ പരിഹാരമൊക്കെ ചെയ്യുന്നു, അല്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റും. ഇനിയിപ്പോ 10ാമത്തെ പടിയിലേക്ക് കടന്നു വരികയാണ്. ഈ 10ാമത്തെ പടിയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ്? എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകളെ ഞാൻ ശരിയാക്കാം. അത് മാത്രമല്ല, ഞാൻ പുതിയൊരു രീതിശാസ്ത്രം 4ാമത്തെ പടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണ്? വ്യക്തിപരമായ എന്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ. അത് തുടരുക എന്നത് ആണ്. അത് 4ാമത്തെ പടിയിലാണ് എനിക്ക് കഴിഞ്ഞ കാലത്തെ ഞാൻ കൃത്യമായി വിലയിരുത്താൻ ആരംഭിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പൊ ആ ജീവിത രീതിയിലേക്ക് ഞാൻ കടന്നു വരണം. അപ്പൊ ആദ്യത്തെ 9 പടികളും പ്രാവർത്തികമാക്കൂ. ആദ്യത്തെ 9 പടികളെയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നത് എന്താണ്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയുടെ പറയുന്ന സാഹസികത. അവിടെയാണ് എന്ന് പറയുന്നത് ജീവിത രീതിയാണ്, കേവലം മീറ്റിങ്ങുകളല്ല. മീറ്റിംഗ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മീറ്റിങ്ങിനോടൊപ്പം പ്രോഗ്രാം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളെ പ്രാവർത്തികമാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് ഒരു പുതിയ ജീവിത രീതിയാണ്. അതെന്റെ പഴയ ചിന്തയല്ല. പഴയത് ഒന്ന് പറഞ്ഞാൽ 4 തെറി പറയുന്ന, വേറെ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോക്കല്ല. എന്റെ പഴയ സ്വാഭാവിക ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന സ്വഭാവം തന്നെയാണ് എന്റെ. ഒരു തെറി പറഞ്ഞാൽ 10 തെറി പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ആളാണ്.
ഒരു പരദൂഷണം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ 10 അയാളെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നു എന്ന് കേട്ടാൽ അതിലേക്ക് അത്രയധികം ഇറങ്ങി വരുന്ന, മറ്റുള്ള ആൾക്കാരോട് അത്രയധികം അസൂയുള്ള, ഭയങ്കര എല്ലാ വൃത്തികേടുകളും അടങ്ങിയിട്ടുള്ള ആളാണ്. എനിക്ക് പെട്ടെന്നുണ്ടാവുന്ന എന്താ എന്റെ സ്വാഭാവിക ആഗ്രഹമാണ്, അതിന്റെ നേരെ വിപരീതമാണ് എയുടെ പടികൾ ആവശ്യപ്പെടുന്നത്. പുതിയ സാഹസികത തന്നെയായിരുന്നു എയുടെ ജീവിത രീതി. എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതിന് ഞാൻ എന്നെ തയ്യാറാക്കി എടുക്കലാണ്. ആ ജീവിത രീതിയെ ഞാൻ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ, നല്ല കാലാവസ്ഥയാണെങ്കിലും മോശം കാലാവസ്ഥയാണെങ്കിലും പ്രായോഗികമായ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റുമെന്നാണ് 10ാമത്തെ പടിയുടെ ചോദ്യം. അവിടെയാണ് നമ്മളോട് പറയുന്ന കടുത്ത പരീക്ഷണമാണത് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം കടന്ന് നമ്മൾ എയുടെ പ്രോഗ്രാമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടെ വികാരങ്ങളെ ഇല്ലാതെയാക്കാനൊന്നും പറ്റില്ല. പണ്ടേ ദേഷ്യപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ദേഷ്യം വരാതെ ആകും. അവർക്കിപ്പോ എന്ത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരാതെ ആകും. അതേപോലെ പണ്ട് മുതൽ തന്നെ തെറി വിളിക്കാത്ത ആൾക്കാർ, അവർക്ക് വളരെ പെട്ടെന്ന് അവർ തെറി വിളിക്കില്ല ആരെയും. കാരണം അതൊരു പ്രത്യേക ഗുണമൊന്നുമല്ല അവർ തെറി വിളിക്കാത്ത. അതേപോലെ ഈ പൊളിറ്റിക്സ് പറയുമല്ലോ, ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഉള്ളിലെ പല വിഷയങ്ങൾ, ഇപ്പൊ നമുക്ക് സാധാരണ ഈ ലഞ്ച് ബ്രേക്ക് മീറ്റിങ്ങിനൊക്കെ ആള് കമ്മിയായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ലഞ്ച് ബ്രേക്കിന് ആരെങ്കിലും കള്ളുടിച്ച് വന്നിട്ട് എന്തോ പറഞ്ഞു എന്നുള്ളത് കേട്ടാൽ അതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ നോക്കിയാൽ മതി, ജ്വാല മീറ്റിങ്ങിൽ ഭയങ്കര ആളായിരിക്കും. അത് ആരുടെയും കുറ്റമല്ല, നമ്മുടെ ഒക്കെ ഒരു ഉത്സവമാണ്. അപ്പൊ ഒരാൾ വിളിച്ചിട്ട് അറിഞ്ഞോ ഇന്ന് ലഞ്ച് ബ്രേക്കിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ, കേറാത്ത ഞാൻ കറക്റ്റ് സമയം നോക്കി വെച്ചിട്ട് ലഞ്ച് ബ്രേക്കിൽ ഇന്ന് പാരാ വരിക, ഇന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത് നമ്മുടെ ഒരു സ്വാഭാവിക ആഗ്രഹം. കാരണം അത് നമുക്ക് ഈസിയാണ്. പരദൂഷണം പറയുന്നത് ഇഷ്ടമാണ് നമുക്ക്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വാഭാവിക രീതികളാണ്. അപ്പൊ ഈ തെറി പറയുന്നത്, ദേഷ്യം വരുന്നത്, ഇതൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സാധിക്കും. നമ്മൾ ഏതൊരു ആൾക്കും സാധ്യമാകുന്ന ഒന്നാണ് ഒരാൾ തെറി പറയുമ്പോൾ തിരിച്ച് തെറി പറയാൻ പറ്റുക, ഒരാൾ ഒരു അടി അടിക്കുമ്പോൾ 2 തിരിച്ചു കൊടുക്കാൻ പറ്റുക. ഒക്കെ ഇത്തിരി ഇത് മതി. അന്തല്ലായ്മ, നമ്മൾ പറയുന്നത് ധീരതയൊന്നല്ല, അന്തല്ലായ്മ ഉണ്ടെങ്കിൽ നമുക്ക് തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാവും. എനിക്കതാണ് ആദ്യം വരാട്ടോ. ഞാൻ ഈ പറയണ മാന്യനായിട്ടല്ല, എനിക്ക് ഏറ്റവും അടുത്തൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് എന്റെ ഈഗോ എന്നെ കൊണ്ടെത്തിക്കാറ്. അത്രയധികം ഈഗോ ഉള്ള ആളായി. എന്നോട് ചോദിക്കുകയാണ്, ആ ഈഗോ ഈ വികാരങ്ങളെ ഇല്ലാതെയാക്കാനല്ല, വികാരങ്ങൾ വരുമ്പോൾ അതിനെ തിരിച്ചു വിടുകയാണ്. അല്ലാണ്ട് വികാരങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നില്ല എന്നോട് പറഞ്ഞു. നിനക്കത് ഉണ്ട് എന്ന് ബോധ്യമുണ്ടോ? അത് നിനക്ക് കുഴപ്പമുണ്ട് എന്ന് അറിയുന്നുണ്ടോ? അപ്പൊ അതിനെ മാറ്റിവിടാൻ നീ തയ്യാറുണ്ടോ എന്നാണ്. അവിടെയാണ് എങ്ങനെയാ മാറ്റുക എന്നുള്ള ചോദ്യം. അപ്പോ അവിടെ എനിക്ക് വൈകാരികമായിട്ടുള്ള സുബോധം ഉണ്ടാകാൻ പറ്റും. എന്നെ ബാധിക്കാതിരിക്കുക, അതാണ് പ്രധാനം. വൈകാരികത, സുബോധം എന്ന് പറയുന്നത് കുടിക്കാതിരിക്കുന്ന അവസ്ഥയല്ല. എല്ലാ തരത്തിലും നമുക്കത് പറ്റുമോ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളോടും സതുദ്ദേശത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ലിറ്ററേച്ചറിൽ. കാരണം എന്താ? എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നാൽ എന്നെ പോലെ സന്തോഷം ഉണ്ടാവുന്ന ഒരാളില്ല. ഞാൻ വിചാരിക്കുന്ന പോലെ കമ്പനി കച്ചവടം നടക്കുന്നു, എന്റെ ഭാര്യ വളരെ നന്നായിട്ട് എന്നോട് പെരുമാറുന്നു, എന്നോട് കൂടുതൽ നന്നായിട്ട് സ്നേഹിക്കുന്നു, മക്കള് പറഞ്ഞാൽ കേൾക്കുന്നു, പഠിക്കുന്നു. എല്ലാവരും, എന്റെ അമ്മയും എന്റെ അനിയനൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെയാണെങ്കിൽ എന്നെ പോലെ ഒരു നല്ലവനും ശുദ്ധനും ഉണ്ടാവില്ല എന്ന് 3ാമത്തെ പടിയിലേക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദയ കാണിക്കുന്നവനാവും. ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിലാണ് അനുഗ്രഹങ്ങളൊക്കെ എണ്ണി പറയും. വലിയ വലിയ വായിൽ ആൾക്കാരെ ഉപദേശിക്കാൻ തുടങ്ങും. കാരണം ഞാൻ എവിടെയോ ഒരു അവസ്ഥയിലാണ്. കാരണം എന്താണ്? ആത്മീയതയുടെ ലോകം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ വാഗ്ദാനങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലായി തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടമുണ്ട്. കൂടി നിർത്തി അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കരുതും, എന്തോ ഭയങ്കര ഭാഗ്യം, അത്ഭുതങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയാൻ തിടുക്കം കാണിക്കും. അവിടെയാണ് ആത്മീയതയുടെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഇനി ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക, ഞാൻ എന്നെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കുക. ആ ധാരണ, ഞാൻ ഇന്നതാണ്, ഇന്ന കുഴപ്പം എനിക്കുണ്ട്, അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തെറി പറയാൻ ആഗ്രഹമുണ്ടായിരിക്കുമ്പോഴും ഞാൻ തെറി പറയുന്നവനാണ്, ഞാൻ ആള് ശരിയല്ല എന്ന ബോധ്യത്തിൽ നിന്ന് തെറി പറയാതെ ആവുക എന്നതാണ് എന്നോട് പറഞ്ഞത്. ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും
ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല. അത് എന്റെ ജീവിതകാലം മുഴുവൻ തുടരണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ ഒന്ന് പറയുമ്പോഴേക്കും രണ്ട് പറയലാണ് എന്റെ സ്വഭാവം. അതിന് മറുപടി പറയല് എന്റെ സ്വഭാവമാണ്. എന്തെങ്കിലും ഒന്ന് ഇവിടെ പറഞ്ഞു എന്ന് എന്നെക്കുറിച്ച് പറഞ്ഞ് എന്നെക്കുറിച്ച് ആവില്ല, വേറെ സൂചന ഉണ്ടെങ്കിലും അയാൾക്ക് എങ്ങനെ മറുപടി കൊടുത്തിട്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തതാണ്. പല ആൾക്കാരും എന്നോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. കാരണം അതെന്റെ സ്വാഭാവിക സ്വഭാവമാണ്. ഈ ഒന്ന് പറഞ്ഞ് രണ്ട് പറയും ഈഗോ ആയതുകൊണ്ടാണ്. ഞാൻ നല്ല കൊടുക്കല് കൊടുത്തു എന്നൊക്കെ ഞാൻ മറ്റവരോട് പറയും. ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. എന്തറിയോ, ഞാൻ ആർക്കായി കൊടുക്കുന്നത്? എന്നെ പോലുള്ള മദ്യാസക്തരെ ഞാൻ ആരെ തോൽപ്പിക്കാൻ പോകുന്നു? ആരാ യഥാർത്ഥത്തിൽ തോൽക്കുന്നത്? മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എനിക്ക് കുഴപ്പമുണ്ടാവുമ്പോ ഞാനല്ലേ തോൽക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നല്ല കൊടുക്കല് കൊടുത്തു എന്ന്. എന്ത് കൊടുക്കല്? ഈ വാക്കുകളെ കൊണ്ട് ഒരാളെ ചെറിയ ചീത്ത പറഞ്ഞതാണോ കൊടുക്കല്? പണ്ട് മൈക്കൊക്കെ ഈ യാഹു ചാറ്റിങ് നടക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കയറാറ്. അപ്പോ മൈക്ക് പിടിച്ച് ബൂസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ കമ്പ്യൂട്ടർ നശിപ്പിക്കുക, ഇതിലൊക്കെ ഒരു ആനന്ദം കിട്ടിയിരുന്ന സാഡിസ്റ്റ് ആയിട്ടുള്ള സ്വഭാവത്തിൽ അവർ കരുതും ഈ ഒരു യൂണിവേഴ്സ് ഇത് ലോകമാണ് എന്ന് കരുതുന്ന സ്വഭാവമാണ്. നമുക്ക് അങ്ങനെ ആരും കൊടുക്കില്ല. നമ്മൾ നമ്മളെ തന്നെ പ്രഹരിക്കുകയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്കെതിരെ നമ്മുടെ ഈഗോ പ്രയോഗിക്കുമ്പോൾ, നമ്മൾ ആരെയും തോൽപ്പിക്കുന്നില്ല. നമ്മുടെ ഒരാളെ കളിയാക്കുമ്പോൾ ഒക്കെ നമുക്ക് തിരിച്ചടിയാ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു രാത്രി കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതല്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് ബോധ്യം ഉണ്ടാവണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തെറ്റാണെന്ന്. അതാണ് എനിക്ക് പ്രോഗ്രാം തന്നത്. അതെന്റെ ജീവിതകാലം മുഴുവൻ തുടരണം. ഒരു ദിവസത്തെ പരിപാടിയാണെന്ന് പറയുന്നതിന്റെ കാരണം അതാ. അതുകൊണ്ടാണ് വേറുള്ളവരുടെ പടികൾ നിങ്ങൾ അളക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം. പണ്ട് കാലത്ത് ഈ പഴമക്കാര് മീറ്റിംഗിൽ കയറുമ്പോ അവര് പെട്ടെന്ന് മൈക്ക് അൺമ്യൂട്ട് ആവുമ്പോ അവർക്ക് ദേഷ്യം വരും. ഞങ്ങൾ മീറ്റിംഗിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഞാനൊക്കെ അവരെ അളക്കാറുണ്ടായിരുന്നു. എന്നാ അവന് പടികൾ ചെയ്തിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് എല്ലാ മനുഷ്യരും നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഞാനത് എന്റെ തെറ്റാണ് അവരെ വിലയിരുത്തിയത്. ഞാൻ ആരാ വിലയിരുത്താൻ? എന്താ ഓരോ മനുഷ്യർ അവരുടെ ഒരു സമൂഹമാണ്. ഇതൊരു ദിവസത്തെ പരിപാടിയാന്ന് പറഞ്ഞ എല്ലാ മധ്യാസക്തരും ഒരേപോലെയാണ്. പഴമക്കാരായതുകൊണ്ട് അയാൾ മധ്യാസക്തരല്ലാതെ ആവും. അത് ഞാൻ കരുതി അയാൾ ആരോടും ദേഷ്യപ്പെടില്ല, അയാൾക്ക് ദേഷ്യം വരാൻ പാടില്ല. എന്തിനാ ഞാൻ അങ്ങനെ കരുതിയേ? തെറ്റാരുടെ? തെറ്റ് എന്റെയാണ്. കാരണം ഞാൻ എന്നിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കുകയാണ്. എന്നോട് പ്രോഗ്രാം പറഞ്ഞു ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു കാര്യം ദൈനംദിനമായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു രാത്രി കൊണ്ട് ഉണ്ണി നിനക്കത് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല. അവിടെയാണ് വൈകാരികമായിട്ട് സുബോധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എന്റെ ആസ്തികളും ബാധ്യതകളും ഞാൻ തുടർച്ചയായിട്ട് വിലയിരുത്തണം. ഞാൻ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. എന്റെ ആസ്തി എത്ര ഉണ്ട്, എന്റെ ബാധ്യത എത്ര ഉണ്ട്. ഇനി ആ ഒരു മാർഗത്തിലൂടെ വളരാനും പഠിക്കാനും യഥാർത്ഥമായ ആഗ്രഹവും എനിക്ക് അത്യാവശ്യമായിട്ട് വേണം. എങ്ങനെയാണ് ഈ ഒരു മാർഗം, ആസ്തിയും ബാധ്യതയും തുടർച്ചയായിട്ട് വിലയിരുത്തുക, ആ മാർഗത്തിലൂടെ ഞാൻ വളരണം, പഠിക്കണം. അതിന് യഥാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര ദൂരം വേണിച്ചാൽ പോകും. ഞാൻ എന്റെ സ്വാഭാവിക ആഗ്രഹങ്ങളെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, കുറച്ചൊന്നല്ല. നമ്മളൊരു മസിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഭയങ്കര വേദനയായിരിക്കും. എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നീടാണ് അതിന്റെ സുഖം നമ്മൾ അനുഭവിക്കുക. അതേപോലെയാണ് മദ്യപാനികളായ നമ്മൾ 10ാമത്തെ പടിയുടെ ലേഖനത്തിന്റെ 88ാമത്തെ പേജിൽ പറയുന്നത് അത് ഭയങ്കര കഠിനമായ മാർഗത്തിലൂടെ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുന്നേ കടന്നുപോയ പഴമക്കാരായ മനുഷ്യർ അവര് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ബില്ല് അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കണിശമായ ആത്മവിശകലനവും വിമർശനവും ശീലിച്ചിട്ടുണ്ട്. ആത്മാന്വേഷണം, നമ്മൾ നമ്മളിലേക്ക് നോക്കുന്ന സ്വഭാവം, അത് സ്വാഭാവികമായിട്ട് നിനക്ക് മാറണം. നിനക്ക് മാറൽ എളുപ്പമല്ല, പക്ഷെ നിനക്ക് മാറാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട്. എന്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങണം, മറ്റുള്ളവരിലേക്ക് നോട്ടം കുറയ്ക്കണം. അതിന്റെ കുഴപ്പം എന്താണ്? എനിക്ക് എന്നെ കാണുക എന്നത് എളുപ്പമല്ല. പരാജയം സംഭവിച്ച വഴിയുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അതില്ലെങ്കിൽ എനിക്ക് തെറ്റുകൾ തിരുത്താനോ ക്ഷമയോട് കൂടിയിട്ടും ഞാൻ തിരുത്താൻ ശ്രമിക്കണം. എനിക്കത് എളുപ്പമല്ല എന്ന് ഞാൻ തിരിച്ചറിയണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പ്രോഗ്രാമും സ്പോൺസറും ഈ ലിറ്ററേച്ചറുകളുടെയും സഹായത്തോടു കൂടി എന്റെ ദുർബലത പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മെച്ചപ്പെട്ട നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബുദ്ധിമാനാണെങ്കിൽ, അതാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരുടെ ബുദ്ധി അളക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഞാൻ, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ഈ മാർഗത്തിലൂടെ വളരുക, എന്നിട്ട് പഠിക്കുക. നീ ആരെ കമ്പയർ ചെയ്യണ്ട, നീ നിന്നിലേക്ക് നോക്കാനാ പറഞ്ഞു. അതുകൊണ്ട് നീ നിന്റെ ഏറ്റവും വലിയ വാർപ്പ് മാതൃക ആയിട്ട് വേറെ ആൾക്കാരെ വെക്കണ്ട. അത് നിന്റെ സ്പോൺസർ ആയിക്കോട്ടെ, വർഷങ്ങളോളം പോയ പഴമക്കാരനായിക്കോട്ടെ, ആ ഒരു വാർപ്പ് മാതൃകയൊന്നും വേണ്ട.
നമുക്ക് വേറൊരു വ്യക്തിയാവാൻ പറ്റില്ല, നമ്മളെ ആവാൻ പറ്റൂ. നമ്മൾ ഇന്നലത്തെക്കാൾ മികച്ച നമ്മളായിട്ട് മാറാൻ പറ്റും. ആരെയും ക്യാൻസൽ ചെയ്യുന്ന കൾച്ചർ വേണ്ട, പൂർണ്ണമായിട്ട് എല്ലാവരെയും റദ്ദ് ചെയ്യുന്ന സ്വഭാവം വേണ്ട. അതിനൊക്കെ എനിക്ക് മാറ്റം ഉണ്ടാവണം. അപ്പോ ഇത് എങ്ങനെയാ മാറ്റുക? ഒന്നാമത്തെ പടിയിൽ പറഞ്ഞിട്ടുള്ള പരിഹാരം തന്നെയാണ് 10ാമത്തെ പടിയിലേക്ക് എത്തുന്ന 83ാമത്തെ പേജ് ബിഗ് ബുക്കിലും പറഞ്ഞത് അവിടെയാണ്. ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തുടരണം. അതെങ്ങനെയാ ജീവിതകാലം മുഴുവൻ തുടരുക? ഏറ്റവും പ്രധാനം സ്വാർത്ഥതയാണ് എന്ന് 3ാമത്തെ പടിയിൽ കണ്ടിട്ടുണ്ട്. ആ സ്വാർത്ഥത, എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കുന്ന എന്റെ സ്വഭാവം, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം, എന്നെ ചുറ്റിപ്പറ്റിയിട്ടായി ലോകം പോണം. എന്റെ കുടുംബം പോലും എന്നെ ചുറ്റിപ്പറ്റിയിട്ടല്ല. പല സുഹൃത്തുക്കളും പറയുമ്പോ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത് ബോധ്യം വന്നത് വേറൊരാളുടെ അനുഭവത്തിലൂടെയാണ്. അദ്ദേഹം, എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു തെറ്റായ പ്രവൃത്തി എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രവൃത്തി ഏർപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ മകള് ചെറിയ മകളാണ്, നിങ്ങളുടെ മകൾക്ക് പ്രായമായിട്ടില്ല, എന്റെ മകള് കല്യാണം കഴിക്കാറായി, അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു വിടണം, നിങ്ങൾക്ക് വലിയ ഡയലോഗ് അടിക്കാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 3ാമത്തെ പടിയൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഈ ലിറ്ററേച്ചറിലൊക്കെ പലതും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയലോഗ് അടിക്കാം, ഇതൊന്നും അല്ല റിയാലിറ്റി, നിങ്ങളെക്കാൾ പ്രായമുള്ള ആളല്ലേ എന്ന് പറഞ്ഞു അദ്ദേഹം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാര്യം. ഈ വേറൊരാളെ കിട്ടാനായിട്ട് ഈ ഇദ്ദേഹത്തിനെ വിളിച്ചു ഞാൻ. ഈ അംഗത്തിന്റെ ഫോണ് ഞാൻ ഈ ഡെയിലി റിഫ്ലക്ഷനൊക്കെ അയക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം എന്നെ ഒരു മാസം മുന്നേ തിരിച്ചു വിളിച്ച സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തതുമില്ല. ഈ മനുഷ്യന്റെ ഒരു ഒരു പെൺകുട്ടിയാണ് ഫോൺ എടുത്തത് എന്ന് മനസ്സിലാവുകയും, ഈ പെൺകുട്ടി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ മരിച്ചു എന്ന് എന്നോട് പറയുന്നു. അയാളുടെ മകളാണെന്ന് പറഞ്ഞു. അദ്ദേഹം നിങ്ങൾ മെമ്പർ അല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെ. എനിക്ക് വല്ലാതെ ഷോക്കായി. എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയില്ല. അയാളുടെ മകളാണ്, കല്യാണപ്രായമായ ആ മകളുടെ കല്യാണക്കാര്യവും അവളുടെ ജീവിതത്തിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാത്ത വ്യതകളും പങ്കുവെക്കുന്ന ആ അംഗം മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്തായാലോട് പറയും? എനിക്ക് കപടമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. കാരണം ആത്മാർത്ഥം ഉണ്ടാവില്ല. ഞാൻ വല്ലതും അങ്ങനെ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് എന്താ പറയേണ്ട എന്നറിയാത്ത ഒരു കുഴപ്പമുണ്ട്. ഞാനിങ്ങനെ വളരെ വിഷമത്തോടു കൂടി, പക്ഷെ ആ കുട്ടി ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആ വിഷമം ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്ത് ചോദിച്ചത്, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? പിന്നെ എനിക്ക് എന്താ പറയേണ്ട അറിയില്ല. ഉടനെ ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി, എനിക്ക് എന്റെ മകളെ ആ കുട്ടിയിൽ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്ക് 21 വയസ്സായിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞു, അങ്ങളെ വളരെ അടിപൊളിയായിട്ടാ പോകുന്നത്. നിന്ന് ആലോചിക്കണം, ഒരു മാസമായിട്ടുള്ള ആ കുട്ടിയുടെ പിതാവ് മരിച്ചിട്ട് വളരെ അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഈ പ്രസ്തുത പിതാവ് ഉള്ളപ്പോൾ സഹായിക്കാതിരുന്ന ആ കുട്ടിയുടെ ആങ്ങളമാർ, ഇയാളുമായിട്ട് ശത്രുത ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ കാര്യം നോക്കി. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് പോലും എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് അവര്. ഞാൻ DR എന്നൊക്കെ അവരെടുത്ത് മാറ്റിയിരുന്നു. പക്ഷെ ആ കുട്ടി ആഗ്രഹിച്ച, ഇദ്ദേഹം കണ്ടെത്തിയ ആളെയല്ല കെട്ടിയത്. ആ കുട്ടി ആഗ്രഹിച്ച രീതിയിൽ കല്യാണം നടക്കുന്നു. സ്ത്രീധനം കൊടുക്കാതെ കിട്ടുക. ആ കുട്ടിയുടെ സ്ത്രീധനവും കല്യാണവും പറഞ്ഞ് അതിനു വേണ്ടിയാണ് താൻ ഈ മാർഗം ചെയ്തതെന്ന് പറഞ്ഞ മനുഷ്യൻ. ഇപ്പൊ ഞാനില്ലെങ്കിലും ഈ ലോകം വളരെ മനോഹരമായി മുന്നോട്ട് പോകും. എന്റെ തോന്നൽ മാത്രമാണ്, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് എന്റെ തോന്നലാണെന്ന് ഈ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആലോചിക്കണം, ഈ ലോകം മുന്നോട്ട് പോകും. നമ്മൾ വെറുതെ കരുതാണ് നമ്മളില്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തോ സംഭവിക്കുന്നതാണ്. അപ്പൊ അത് നമ്മളെ സാധ്യമാക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്വാർത്ഥത കളയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ ലോകത്തില് ഇമ്പോർട്ടന്റ് ആവുന്ന എങ്ങനെ അറിയോ? ആദ്യം ഞാൻ ഒന്നും അല്ല എന്നുള്ള ബോധ്യം അത് ഞാൻ പുതുക്കുമ്പോഴാണ്. എന്റെ സ്വാർത്ഥത, എന്നെ കേന്ദ്രീകരിച്ച് ഈ പ്രപഞ്ചം പോകുന്നു എന്ന എന്റെ ചിന്ത, അത് ഞാൻ മാറ്റണം. എന്റെ സത്യമില്ലായ്മ, എനിക്കത് പറയാൻ പറ്റുന്നുണ്ടോ? സത്യം ഇന്ന് എനിക്കില്ല. ഞാൻ നുണ പറയുന്നവനാണ്. സത്യത്തിന്റെ മാർഗത്തിലല്ല പോകുന്നത്. എനിക്ക് വിദ്വേഷം വരുന്നുണ്ട് ആൾക്കാരോട്. അതേപോലെ ഭയം ഉണ്ടാകുന്നുണ്ട്. ഭയം, ആകുലത കൊണ്ടാണ് ഞാൻ പലതും ഇങ്ങനെ വെട്ടിപ്പിടിക്കാനും എല്ലാം ഇങ്ങനെ കൈപ്പിടിയിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. വല്ലാത്ത ഭയമാണ്. ആൾക്കാരെന്താ പറയുക എന്നുള്ള ഭയം തൊട്ട് നിരവധി ഭയങ്ങളുണ്ട്. ഇപ്പൊ എന്നോട് പറയാണ്, ജീവിതകാലം മുഴുവൻ ഞാൻ തുടരേണ്ട കാര്യത്തിൽ പ്രധാനപ്പെട്ടത് സ്വാർത്ഥത, എന്റെ സത്യമില്ലായ്മ, എന്റെ വിദ്വേഷം, എന്റെ ഭയം.
ഇത് നിരീക്ഷിച്ചുകൊണ്ട് തുടരാനാ 10-ാം പടി എന്നോട് പറഞ്ഞു. അതിലേതെങ്കിലും തല പൊക്കുമ്പോ, അപ്പൊ ഇതൊക്കെ എന്റെ ഉള്ളിൽ തല പൊക്കുന്നുണ്ട്. ഞാൻ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കടന്നു വരുമ്പോ ഞാൻ എന്ത് ചെയ്യണം? അത് നീക്കി തരുന്നതിനായിട്ട് അവിടെയാണ് ആ ദൈവം, വലിയ ശക്തി എന്ന ആശയം കടന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ നമ്മളോട് തന്നെ പറച്ചിലായിട്ട് അവിടെ പ്രാർത്ഥന മാറുന്നു, യാചനയല്ല. ഇത് നീക്കി തരാനായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യാണ്. ഐ ആം പവർലെസ് ഈ കാര്യങ്ങളിൽ. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആരോടെങ്കിലും അതിനെപ്പറ്റി ചർച്ച നടത്തണം. അതുകൊണ്ടാണ് പ്രോഗ്രാമും സ്പോൺസറും ഈ പ്രോഗ്രാം അറിയുന്ന ആളോടും പറയേണ്ട കാര്യം അഭിമാനബോധം സന്തുലിതമാക്കണം എന്ന് പറയുന്ന കാര്യമൊക്കെ 10-ാമത്തെ പടിയിൽ എല്ലാ പടികളും കടന്നു വരുന്നുണ്ട്. അതുവരെയുള്ള 1 മുതൽ 9 വരെയുള്ള പടികൾ. അവിടെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു രീതിശാസ്ത്രം, നമ്മുടെ ഒരു പരിശീലനമാണ് ബാക്കി പടികളൊക്കെ. അത് പ്രാവർത്തികമാക്കേണ്ട ഇടം കൂടിയാണ് 10-ാം പടി. ഞാൻ അവിടെ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. അതൊരു സോറി പറച്ചിലായിരിക്കാം, അല്ലെങ്കിൽ 9-ാമത്തെ പടിയുടെ രീതിയിലേക്കുള്ള എല്ലാവരോടും പോയിട്ട് ഇങ്ങനെ സോറി പറയണല്ല. വീണ്ടും വീണ്ടും തെറ്റുകൾ പറ്റുമ്പോൾ കുട്ടികൾ പറയണ പോലെ അയ്യോ ഐ ആം സോറി എന്ന് പറയാ, വീണ്ടും ആവർത്തിക്കുക. അതല്ല. പറയുന്ന 9-ാമത്തെ പടിയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. എന്നിട്ട് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ തിരിച്ചുവിടുക. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമുണ്ട്. എന്നെ തന്നെ കേന്ദ്രീകരിച്ച് എന്റെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് കരുതിയിരുന്ന മുഹൂർത്തങ്ങളിലൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഇതായിരുന്നു. ഈ 3-ാമത്തെ പടിയുടെ പ്രാർത്ഥന അത് എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഞാനല്ല ഡയറക്ടർ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് എന്നെ മാറ്റുക, എന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും ആളുകളെ, മറ്റു മനുഷ്യരുടെ വിഷമങ്ങൾ അവിടെ ഒന്ന് ഉപദേശിക്കാനോ, അവരുടെ പണ്ട് കാലത്തൊക്കെ ഒരു മദ്യാസക്തൻ കടന്നു വരുമ്പോ പുതുതായിട്ട് കടന്നു വന്നാൽ ഞാൻ അവന്റെ സീനിയർ ആണെന്നുള്ള ഭാവന ഒറ്റയടിക്ക് അവനെ അങ്ങ് ശരിയാക്കി കളയാന്ന് ധരിച്ചിരുന്ന ഒരു വിഡ്ഢിയായിരുന്നു. അല്ലെങ്കിൽ എന്റെ ഷെയറിംഗ് കൊണ്ട് ഇവനെപ്പം സുഖപ്പെടുന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു 1/2 മണിക്കൂർ അങ്ങ് ഷെയർ ചെയ്യുക. ആ ചങ്ങാതിയൊക്കെ ഇട്ടിട്ട് പോവാത്ത ഭാഗ്യം പല ആൾക്കാർ മീറ്റിങ്ങിൽ. ഒരാള് വന്നു അയാളെ പരിചയപ്പെട്ട ആൾക്ക് എന്താന്ന് മനസ്സിലാവുന്നതിന് മുന്നേ ഞാൻ വിചാരിക്കുന്ന എന്റെ കഠിനമായ അനുഭവങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ്. അവരെ കേട്ടിരിക്കില്ല, വലിയ ഉപദേശം പറച്ചിലല്ല. അങ്ങനെ ഉപദേശം പറയുകയാണെങ്കിൽ സ്വന്തം കുടി മാറ്റാൻ പറ്റാത്ത ആളാ ഞാൻ എന്നിട്ട് മറ്റുള്ളവരെ മാറ്റാൻ നിൽക്കുക. അവിടെ എന്താ സഹായം? അവിടെ പറ്റുന്ന ആളുകളോട് ഒരു മീറ്റിംഗിൽ എന്റേതായ ടേണിൽ ഒരു അനുഭവം പറയലാണ്, കേട്ടിരിക്കലാണ്. അല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഉപദേശം കൊടുക്കാതിരിക്കലാണ്, അവനെ കേൾക്കലാണ്. ചിലപ്പോൾ അവന് കേട്ടിരുന്നാൽ മാത്രം മതിയാവും. ചിലപ്പോൾ വിഡ്ഢിത്തരങ്ങളായിരിക്കും പറയുക. ഇതൊക്കെ പതുക്കെ സാധിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഞാൻ അവനെ സഹായിക്കുന്നു എന്ന മനോഭാവത്തിലല്ല, മറിച്ച് അവനോട് നന്ദിയുള്ളവനായിരിക്കുക. അവനോട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എന്റെ സുബോധം നിലനിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അവരെ പഠിപ്പിക്കാനൊന്നും തോന്നില്ല. പഠിപ്പിക്കാനൊന്നും പറ്റില്ല ഒന്നും, നമുക്ക് പഠിക്കാനേ പറ്റൂ. അതുകൊണ്ടാണ് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ഞാൻ എന്റെ ചിന്തയെ തിരിച്ചുവിടുകയാണ്. അവർക്ക് വേണ്ട സഹായം എന്താണെന്ന് അറിയാനുള്ള ശ്രമം നടത്തുകയാണ്. ആവശ്യത്തിന് മാത്രമുള്ള സംസാരം. അതെന്താണ്? അവിടെയാണ് സ്നേഹവും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമാണ് എന്റെ നിയമസംഹിത. സ്നേഹമുണ്ടായിരിക്കുക, സഹിഷ്ണുത ഉണ്ടായിരിക്കുക. സഹിഷ്ണുത എന്താണ്? കേട്ടിരിക്കുക, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുക, എന്റെ ഡൊമൈൻ അല്ലെങ്കിൽ എന്റെ ചിന്തയിൽ നിന്ന് വിധിക്കാതിരിക്കുക. അതെനിക്ക് ഏറ്റവും പ്രധാനമായിരുന്നു. ഞാൻ ഏത് കാര്യത്തെക്കുറിച്ചും എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഉടൻ തന്നെ ഒരാള് ഇപ്പൊ നമ്മുടെ ഒരു 4-5 പേര് കൂടി സംസാരിക്കുമ്പോൾ എന്റെ ആശയത്തിനെതിരെ പറഞ്ഞ ഉടനെ ഞാൻ കയറി എതിർത്ത് പറയാം. അത് ശരിയല്ല. അല്ലെങ്കിൽ ഇങ്ങനെ പാടൂ. മറ്റുള്ളവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ അവന്റെ സഹോദരങ്ങളിലേക്ക് ഏർപ്പെടുക. അല്ലെങ്കിൽ ഇപ്പോ ഉദാഹരണമായിട്ട് ഞാനിപ്പോ പാൻപരാക്കും മറ്റേതും സിഗരറ്റും തമ്പാക്കു ഉപയോഗിക്കാതെയായിട്ട് കുറച്ചായി. അപ്പൊ ഞാന് ഈ തമ്പാക്കു ഉപയോഗിക്കേണ്ടതൊക്കെ വലിയൊരു ദോഷമായിട്ട്, കാരണം എനിക്കത് പറ്റി എന്നുള്ളത് എനിക്കറിയാം. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനത് കടന്നു വന്നത്. ഇന്ന് അത് ഉപയോഗിക്കുന്ന ഒരാളെ ഞാൻ ഉപദേശിക്കുന്നതിന് എന്തടിസ്ഥാനം? അതല്ല പ്രോഗ്രാം. അയാൾക്ക് ആവശ്യമുള്ളപ്പാട് വരും. അപ്പോൾ ഞാൻ അയാളോട് വലിയ വായിൽ വർത്താനം പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ എന്തോ ആയി എന്ന ചിന്ത എനിക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സഹിഷ്ണുതയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവന്റെ ആശയങ്ങളെ കേൾക്കാനുള്ള തയ്യാറെടുപ്പുണ്ടോ? മീറ്റിംഗിൽ കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് സഹിഷ്ണുത. അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് ഷെയർ ചെയ്യാത്തതിന്റെ പ്രധാന കാരണം. അതാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് തരുന്ന നിയമസംഹിത എന്ന് പറയാണ്. അപ്പോ അന്വേഷണം സ്വഭാവമായിട്ട് ഞാൻ മാറ്റണം.
ആ ആത്മാന്വേഷണം നടത്തുമ്പോഴും എൻ്റെ ഉള്ളിൽ സ്നേഹവും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് നിർത്താൻ പറയുന്നത് 10ാമത്തെ പടിയിലാണ്. അവിടെ ഒരു പോരാട്ടവും ഇല്ല. മറ്റേത് ഞാൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തോടുള്ള പോരാട്ടം എനിക്കുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് പടികളൊക്കെ ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ പോലും ഞാനൊക്കെ പടികൾ പരിശീലനം മാത്രം, ജീവിതം ഞാൻ ആഗ്രഹിച്ച രീതിയിലാവുന്നില്ല. അപ്പൊ കൂടുതൽ പുതിയ പുതിയ പരിപാടികളൊക്കെ ഞാൻ നോക്കി. ഭയങ്കര പ്രശ്നം. എൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല. ഞാൻ ഏതൊക്കെ സംഭവങ്ങൾ പോയി പെടുന്നു അവിടെയൊക്കെ എനിക്ക് പ്രശ്നം. ഒരു വണ്ടി എടുത്തു, അവിടെ ഒരാൾ എന്നെ പറ്റിക്കുന്നു. വിസ എടുക്കാൻ നിൽക്കുന്നു, വിസ എടുത്തപ്പോ അവിടെ വലിയ ചീറ്റിംഗ് നടക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ഭാഗ്യ കെട്ടവനാണ്. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഞാനിപ്പോ ആരെയും ഉപദ്രവിക്കുന്നില്ല. അവിടെയാണ് പറഞ്ഞത്, നീ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും 3ാമത്തെ പടിയുടെ ഭാഗം നിനക്ക് ഓർമ്മയിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് വരുന്നില്ല. 3ാമത്തെ പടിയിൽ നീ ടേൺ ചെയ്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു, ദൈവം എന്ന് പറയുന്ന ആശയത്തിനോട് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങൾ മാറിയിട്ടില്ല. ഇവിടെ 10ാമത്തെ പടിയിൽ എത്തുമ്പോൾ പറയുന്നുണ്ട്, പോരാട്ടമില്ല, ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് സ്വീകരിക്കാൻ നീ തയ്യാറാകണം. അങ്ങനെ ആയപ്പോഴാണ് എൻ്റെ ജീവിതം ഉയർത്തപ്പെടുന്നതും അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതും ഞാൻ കണ്ടത്. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന ഒന്നിനോടും പോരാട്ടില്ല എന്നാണ് പറയുന്നത്. മദ്യത്തോട് പോലും ഇല്ല. മദ്യം തൊടില്ല, മദ്യം ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവില്ല. ഇതൊക്കെ മാറ്റം വരുന്ന ഭാഗമാണ്. അത് തുടക്കക്കാര് ചെയ്യണം എന്ന അർത്ഥത്തിലല്ലാട്ടോ ഞാൻ പറയുന്നത്, പോലെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ആദ്യകാലത്ത് ഞാനും എല്ലാവരും പഴമക്കാർ പറഞ്ഞ പോലെ തന്നെയാണ് മദ്യപിക്കുന്ന സദസ്സുകളിൽ പോവാറോ, അല്ലെങ്കിൽ അതെന്തോ ഒരു വലിയ, കാരണം അത് അത്യാവശ്യമായിരുന്നു അന്ന്. ആ സമയത്ത് അവിടങ്ങളിലൊക്കെ പോക്ക് അപകടം ഉണ്ടാവും. നമ്മൾ പറയുന്ന പോലെ വഴുക്കലുള്ള വഴിയിൽ കൂടെ നടന്നാൽ തീർച്ചയായിട്ടും പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും. പല ആൾക്കാരും അതിന്റെ ഇടയിൽ കൂടെ കടന്നു വരാറുണ്ട്. അവരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാർ വീണ്ടും. ഇവിടെ മദ്യത്തോട് പോലുമുള്ള പോരാട്ടം ഉണ്ടാവില്ല. സുബോധാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാ മദ്യത്തെ മാറ്റി നിർത്തൽ? ശരിക്കും വൺ ഡേ അറ്റ് എ ടൈമിലൂടെ ഞാൻ മദ്യത്തെ മാറ്റി നിർത്തിയത്. ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യത്തെ 2 വർഷക്കാലം മദ്യം എന്നത് എനിക്ക് പല രീതിയിൽ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് മാറിപ്പോയത്. ഞാൻ ഏതിലെ പോരാട്ടം തന്നെയായിരുന്നു. ആരോടെങ്കിലുമൊക്കെ പോരാട്ടം, മീറ്റിങ്ങിൽ പോരാട്ടം, മറ്റുള്ളവർക്കുള്ള മറുപടി, അതല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങള്, ഇങ്ങനെ ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടം നിർത്താൻ പറഞ്ഞു. മദ്യത്തോട് പോലും നമുക്ക് എന്ത് പറ്റും? നമ്മൾ മനഃപൂർവ്വം, നമുക്കറിയാം നമ്മൾ മദ്യത്തിലേക്ക് പോവില്ല. അത് ആ മറ്റേ ആത്മവിശ്വാസമല്ല, ഇനി ഒരിക്കലും കുടിക്കില്ല എന്നുള്ള ആത്മവിശ്വാസമല്ല. അല്ലാണ്ട് നമുക്ക് എടുത്തു മാറ്റാം. മദ്യം വേണം എന്നുള്ള ചിന്ത, മദ്യത്തിനോട് വെറുപ്പും ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്കേഴ്സ് കുടിക്കുമ്പോൾ അവിടെ പോയിട്ട് വെള്ളം ഇറക്കി അവരെ പോലെ പറ്റുന്നില്ലോ എന്നല്ല, അവര് കുടിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് പറയാൻ പറ്റും. അതിനോടൊന്നും നമുക്ക് യാതൊരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ആ സുഖം പോലും ഉണ്ടാവില്ല. ആ സോഷ്യൽ ഡ്രിങ്കേഴ്സിന്റെ കുടിയോട് പോലും നമുക്കൊരു സുഖം തോന്നുക, എന്താ നമുക്കിത് പറ്റുന്നില്ലല്ലോ എന്നും തോന്നില്ല. ആ രീതിയിലേക്ക് അയാളുടെ പ്രോഗ്രാം നമ്മൾ എത്തിക്കും. അപ്പോ നമുക്ക് മദ്യത്തോട് താല്പര്യം ഉണ്ടാവില്ല. ഒരു പ്രലോഭനം തോന്നിയാൽ പോലും രക്തനാളം കണ്ടെന്ന പോലെ അതിൽ നമ്മൾ പിൻവലി. എവിടെയാണ് ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിന് പോലും, അല്ലെങ്കിൽ ആ മദ്യം കഴിക്കുന്ന, അല്പം മദ്യം കുടിക്കുന്ന ആൾക്കാർ പോലും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാണാനും, അല്പം മദ്യം നമുക്ക് എന്ത് കുഴപ്പമുണ്ടാക്കുമെന്ന് പൂർണ്ണമായ ബോധ്യം കടന്നു വരാനും ഒരു സാഹചര്യവും നമുക്ക് മദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം നമ്മൾ കൃത്യമായ ബോധ്യത്തിലേക്ക് വരുന്നു. നമ്മൾ വളരെ പ്രതികരണം, ബോധത്തോടു കൂടിയുള്ള പ്രതികരണമാണ് നമുക്ക് വരുന്നത്. ഒരു സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് നമ്മളെ മാറും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. ഇനി ഈ മദ്യത്തോട് കൂടിയിട്ടുള്ള ഇത് വലിയ ശ്രമമോ ചിന്തയോ കൂടാതെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കും അതേപോലെയാണ്. വളരെ പെട്ടെന്ന് അങ്ങനെ കടന്നു വന്നു വന്നത്. വളരെ പതുക്കെ പതുക്കെ ആദ്യകാലത്ത് മനഃപൂർവ്വം മാറി നിന്ന് പിന്നെ നമ്മൾ അറിയാതെ ഇത് കടന്നു വരും. ഇതിന്റെ കാരണം ഈ പോരാട്ടം ആത്മാർത്ഥമായിട്ട്
നിർത്താൻ തയ്യാറായപ്പോഴാണ്. അപ്പോൾ ആ പോരാട്ടം നിർത്താത്തോണ്ടാണ് ഞാൻ പടികൾ പരിശീലനം കഴിഞ്ഞിട്ടും എനിക്ക് ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതം നേരെയാകുന്നില്ല എന്ന് കഴിയാറായോ? അപ്പോ കുറേയും കൂടിയൊക്കെ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് അവിടെയാണ്. ഒരു കാര്യത്തോടുള്ള പോരാട്ടമില്ല. അപ്പൊ നമ്മള് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ പറഞ്ഞു നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നില്ല, അവിടെ ഇനി മദ്യം കുടിക്കില്ല എന്ന പറച്ചിലുകളില്ല. പോരാട്ടം നിർത്താനുള്ള തയ്യാറെടുപ്പ് അവിടെ കടന്നു വന്നു. നമ്മുടെ പ്രശ്നം നമ്മളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മദ്യം എന്തുകൊണ്ടാണ് കുടിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സാധാരണഗതിയിൽ പല ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരാളെ പരിപൂർണമായിട്ട് കേട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ആശയങ്ങളെ എടുക്കാൻ പറ്റുന്നില്ല, അയാളോട് മറുപടി പറയണമെന്ന തോന്നൽ നമുക്ക് വരുന്നു. അതൊക്കെ നമ്മളുടെ പോരാട്ടം കൊണ്ടാണ്. കാരണം നമ്മൾ ഭയങ്കര സംഭവമാണ്. ഈ മദ്യം തരുന്ന അതേ സാധനം മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വഭാവമാണ്. ഇത് നമ്മുടെ അടുത്ത് നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടിക്കാതിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു യുദ്ധം നടത്തുന്ന രീതിയിലേക്കാണ് നമ്മൾ ജീവിതത്തിൽ പോകുന്നത്. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവും. ഒരു യുദ്ധത്തിന്റെ രീതിയിൽ വലിയ തയ്യാറെടുപ്പോട് കൂടിയല്ല മദ്യത്തെ മാറ്റി നിർത്തുന്നത്. അതേപോലെ ഭയന്നുകൊണ്ടുമല്ല. അയ്യോ ഞാൻ കുടിച്ചു പോയാൽ എന്താ ചെയ്യുക, ഇന്ന് ഞാൻ കുടിക്കും, ഞാൻ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയോ മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഇന്നും മദ്യം എനിക്ക് പ്രശ്നമാണ്, അങ്ങനെയൊന്നുമല്ല. മദ്യം തീർച്ചയായിട്ടും ആദ്യത്തെ തുള്ളി, ആദ്യത്തെ പെഗ്ഗാണ് കുഴപ്പം എന്ന ബോധ്യം കടന്നു വരുമ്പോൾ ഈ ആദ്യത്തെ പെഗ് എങ്ങനെയാ കടന്നു വരുന്നത്? ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ മീറ്റിംഗിൽ നമ്മുടെ സ്വഭാവം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ആ മീറ്റിംഗിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ള ആൾക്കാരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ആശയങ്ങൾ പറയുമ്പോൾ അയാൾക്ക് മറുപടി പറയണം എന്നുള്ള തോന്നൽ നമുക്ക് വരുന്നുണ്ടോ? നമ്മൾ പോരാട്ടത്തിലാണ് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു ആത്മീയമായ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആത്മീയ അടിസ്ഥാനം? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയ തലം വളരെ വിശാലമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ആത്മീയ തലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലേക്ക് എത്താനുള്ള ശ്രമമാണ്. അവിടെയാണ് 10ാമത്തെ പടിയിലൊക്കെ പറഞ്ഞ ആത്മീയതയാണ്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ആയി എന്ന് പറഞ്ഞ് മടുത്തിരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. മദ്യം തന്ത്രശാലിയായ ശത്രുവാണെന്ന് പറഞ്ഞു. അമിത മദ്യാസക്തി എന്ന രോഗത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ മുക്തിയില്ല. നമുക്ക് പലപ്പോഴും ഈ അസുഖങ്ങളൊക്കെ, ഡയബറ്റിക്സ്, അതേപോലെ ലിവർ സിറോസിന്റെ ഫാറ്റി ലിവറൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും പണ്ട് കാലത്ത് തെറ്റായിട്ട് ഈ മരുന്നുകൾ നിർത്താൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഈ ഡയബറ്റിക് ഒക്കെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് മരുന്നുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റാറുണ്ട്. ഇനി മരുന്നുകൾ ഇല്ലാണ്ടാക്കിയാലും അയാളുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പവർ, അയാളുടെ ഫുഡും അയാളുടെ വ്യായാമവും നിർത്തിയാൽ വീണ്ടും തീർച്ചയായിട്ടും ഈ ഡയബറ്റിക്സ് വരും. അതിനർത്ഥം ഡയബറ്റിക്സിന്റെ ഗുളിക കഴിക്കാണ്ട് അയാൾക്ക് ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാന്നാണ്. അതേപോലെയാണ് മദ്യാസക്തിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. മദ്യാസക്തി എന്ന് പറയുന്ന സാധനം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന പോലെ എടുത്തു മാറ്റപ്പെടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ബോധ്യം ഉണ്ടാവണം നമ്മൾ മദ്യാസക്തരാണ് എന്നുള്ള ചിന്ത. അവിടെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഡെയിലി ഒരു ദിവസത്തെ പരിപാടിയാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ആത്മീയ സുസ്ഥിതി പോവാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു മീറ്റിംഗിൽ പെട്ടെന്ന് തെറിവിളി ഉണ്ടാകുമ്പോൾ, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അതിലേക്ക് കയറിയിട്ട് ഇടയിൽ കയറി സംസാരിച്ചാൽ, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് ഒരാള് മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഒക്കെ കുഴപ്പങ്ങളാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. സംഭവം നമ്മൾ പറയും മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹവുമായി വരുന്നവർക്ക് സംസാരിക്കാൻ തന്നെയാണ് മീറ്റിംഗ്. വിദേശത്തൊക്കെ മദ്യപിച്ച് വരുന്നവരെ മീറ്റിംഗിൽ സംസാരിപ്പിക്കാറില്ല. അതാണ് പറയുന്നത്. ഒരാൾ ഇടയിൽ കയറി, പല ആൾക്കാരും മീറ്റിംഗിൽ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ പഴമക്കാരെ വിലയിരുത്തുമ്പോൾ ഞാൻ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടല്ലാതെ അവർക്ക് അത്ര പറ്റുന്നില്ല. ആ സമയമാണത്. ആത്മീയമായ സുസ്ഥിതി ദൈനംദിനമായി പാലിച്ചുകൊണ്ട് ഞാൻ പോകണം. ദൈനംദിന ശാന്തിയാണുള്ളത്. അവിടെയാണ് എന്റെ ഓരോ പ്രവൃത്തികളിലും ദൈവത്തിന്റെ ഇച്ഛ എന്താണ്? ദൈവത്തിന്റെ ഇച്ഛയാണ്. ഞാൻ പറയുന്നത് നടപ്പിലാക്കലല്ല. എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ സേവിക്കാം? എന്റെ ആഗ്രഹമല്ല. അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാവുകയാണ്. അവിടെ ദൈവം പ്രത്യേകിച്ച് എന്തെങ്കിലും നടപ്പിലാക്കുന്ന, ആകാശത്തിരിക്കുന്ന സ്കൈ ഡാഡി, ഏതെങ്കിലും ഞാൻ വിചാരിച്ച പോലെ എന്നെ സംരക്ഷിക്കുന്ന പിതാവായിട്ടല്ല. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്.
ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ആ ദൈവത്തിന്റെ ഇച്ഛയാണ്. ആ ദൈവത്തിന്റെ ഇച്ഛ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് എനിക്ക് നല്ല ജോലി കിട്ടുക, ഞാൻ പോകുന്ന ഇന്റർവ്യൂ പാസ്സാവുക, ഞാൻ കൊടുത്ത ലോണ് പാസ്സാവുക, ഇതല്ല. മറിച്ച് ലോണ് പാസ്സാവാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കുന്നു, എനിക്ക് ജോലി കിട്ടാതെയാകുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കുന്നു, എന്റെ രോഗം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ടെസ്റ്റ് ദൈവാനുഗ്രഹം കൊണ്ട് പോസിറ്റീവായി എന്നല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് വന്നു, അങ്ങനെയല്ല. അത് പോസിറ്റീവായിട്ട് അവിടെ എനിക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ അതിജീവിക്കാൻ പോകുന്നു, ആ അസുഖമുള്ളപ്പോഴും എനിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നാണ് ഇവിടെ പ്രോഗ്രാമിൽ ദൈവം പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹാങ് ഓവറിനെ കുറിച്ച് പറയാറുണ്ട്. മദ്യപത്തിന്റെ സമയത്ത് നമുക്ക് ഹാങ് ഓവർ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ മദ്യപിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒരെണ്ണം കഴിച്ചാൽ ഹാങ് ഓവർ മാറും. പലരും പറയും ഒരു 90 അടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുടി തുടങ്ങുകയും പിന്നീട് പണിക്ക് പോകാൻ പറ്റാതെ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ. ഈ ഹാങ് ഓവർ, വൈകാരികമായ ഒരു ഹാങ് ഓവറിനെ കുറിച്ച് നമ്മളോട് പറയാറുണ്ട്. 8ാമത്തെ പടിയിലാ പറഞ്ഞിട്ടുള്ളത് വൈകാരിക ഹാങ് ഓവർ. അതെന്താ സംഭവം? ഇപ്പൊ ഈ ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള എനിക്കൊരു ദേഷ്യം ഒരാളോട്, അതിപ്പോ ഏതടിസ്ഥാനത്തിലായിക്കോട്ടെ ആ ദേഷ്യം, ഒരു കാര്യമില്ലാണ്ട് എന്നെ തെറി വിളിച്ച ഒരാൾ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, ഞാൻ വിചാരിച്ച പോലെ ഭാര്യ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ പരീക്ഷയിൽ മാർക്ക് മേടിച്ചിട്ടില്ല, അതേപോലെ എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ ഒരു കേസ് കോടതിയിലുണ്ട്. ആ കേസിൽ ഞാൻ അപ്പിയർ ചെയ്ത സമയത്ത് വളരെ പെട്ടെന്ന് വിചാരിച്ച വിധിയുടെ അപ്പുറം ഉണ്ടായി, വല്ലാത്ത ഭയം ഉണ്ടായി, എന്തായിരിക്കും എൻ്റെ ഭാവി എന്ന ഒരു കാര്യം കടന്നു. ഇതൊക്കെ കൂടാതെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഏതോ ആയിക്കോട്ടെ, എൻ്റെ ഒപ്പം പഠിച്ച 7ാം ക്ലാസ് വരെ എൻ്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്തിന്റെ ഒരു പോസ്റ്റ് കാണും, അയാളും അവനും ഫാമിലി. അപ്പോ എപ്പോഴോ കയറി വന്ന ഞാൻ ശ്രദ്ധിക്കാതെ പോയ ആ പോസ്റ്റ് കാണുമ്പോൾ അവന്റെ ജീവിതം, അവൻ അധ്യാപകനാണ്, അവന്റെ ഭാര്യയ്ക്ക് നല്ല ജോലിയുണ്ട്, അവർ എവിടേക്കോ ടൂർ പോയി ഭയങ്കര അടിപൊളി എൻജോയ്മെന്റ്, അവന്റെ എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അവനോട് തോന്നുന്ന അസൂയ. എന്റെ ജീവിതം എന്താ ഇങ്ങനെയായി പോയത്, ഞാൻ എന്താ ഇങ്ങനെ. അവന്റെ വണ്ടി, പിന്നെ അവന്റെ പോസ്റ്റുകൾ, അവന്റെ പ്രൊഫൈൽ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് മുഴുവൻ ഇങ്ങനെ നോക്കുക. സ്വാഭാവികമായിട്ട് എനിക്ക് അസൂയ കടന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏക്കാരുമായിട്ടൊക്കെ അസൂയ തോന്നുക, പല രീതിയിൽ അസൂയ തോന്നാറ് മറ്റുള്ളവരോട്. അപ്പൊ ഇതെനിക്ക് തെറ്റാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഈ പറയുന്ന വികാരങ്ങൾ എനിക്കൊരു ഹാങ് ഓവർ ഉണ്ടാവും. ഇതെനിക്ക് ഹിതമല്ല, എനിക്ക് മോശമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആകുമ്പോൾ അതെനിക്കൊരു വൈകാരികമായിട്ടുള്ള ഹാങ് ഓവർ ഉണ്ടാക്കേണ്ട, ഒരാളോട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ പലപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് എയുടെ പ്രോഗ്രാം എന്നോട് പറഞ്ഞത്, ഇന്നും നാളെയും സമാധാനത്തോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഈ ഹാങ് ഓവർ പറിച്ചു കളയണം. അപ്പൊ ഭൂതകാലത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കണം എന്ന് നടത്താക്കുന്നു. നമ്മൾ പറയില്ലേ, ഇപ്പോ പലപ്പോഴും ആദ്യകാലത്ത് ഞാനൊക്കെ ചോദിച്ച ചോദ്യം തന്നെ 4ാമത്തെ പടിയിൽ എന്റെ കയ്യിലെ കാശും മേടിച്ച്, നമ്മൾ പറയുന്ന പോലെ കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ മേടിച്ചു എന്ന് പറഞ്ഞ പോലെ, എന്റെ കയ്യിലെ കാശ് പറ്റിച്ച ഒരുത്തൻ, അവനോട് ക്ഷമിക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പൊ ഞാനാണ് തെറ്റ് എന്നാണ് നിങ്ങൾ പറയണത്? 4ാമത്തെ പടിയുടെ ചോദ്യത്തോട് പ്രതികരിച്ച രീതിയാണ് ഞാൻ. അപ്പൊ എപ്പോഴും ഞാൻ ഇങ്ങനെയാണോ? ഞാൻ എന്താ നിർഗുണ പരബ്രഹ്മം, ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോണം ആരോടും? അവിടെയാണ് എയുടെ പ്രോഗ്രാം പറഞ്ഞത്, നീ കീഴ്പ്പെടാൻ, നീ ഇങ്ങനെ തല്ലുകൂടൊന്നും വേണ്ട, നിനക്ക് വേണോ പ്രോഗ്രാം സ്വീകരിക്കുക. പ്രോഗ്രാം എടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതിയിൽ നിന്നാലേ ഫലം കിട്ടും. ഭൂതകാലത്തിൽ ഒന്നും മിണ്ടാതെ ഒരു നിർഗുണ പരബ്രഹ്മമായി പോകണമെന്നല്ല, ഇപ്പോഴെന്ത് വേണം, ഒരു പുതിയ പരിശീലന രീതിയിലേക്ക് നീ വരണം. അവിടെയാണ് ഇപ്പോഴത്തെ ആവശ്യം. ഭൂതകാലവുമായി ഒത്തുതീർപ്പിലെത്താൻ നമ്മളെ പ്രാപ്തമാക്കുന്നു. അങ്ങനെ പ്രാപ്തമാകുമ്പോഴാണ് ഭൂതകാലത്തെ പിന്നിലേക്ക് തള്ളിയിടാൻ കഴിവുള്ളവരായിട്ട് ഞാൻ മാറുക. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പറ്റുമ്പോഴാണ് എനിക്കിത് നേരിടാനായിട്ട് പറ്റിയത്. ഹാങ് ഓവറിനെ എങ്ങനെയാണ് ഞാൻ നേരിടുക? ഒരു ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്,
ഇപ്പോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ നമ്മളെ കുറിച്ച് ഒരാള് മോശമായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചു എന്ന് കേൾക്കുക. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ അയാൾക്ക് ഒരു മറുപടി പറയാനായിട്ട് അടുത്ത മീറ്റിംഗിലേക്ക് കയറുന്നു. അയാൾക്ക് ഒരു മറുപടി കൊടുക്കാൻ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഓൾറെഡി അയാളോട് വിദ്വേഷം ഉണ്ടാവും. അല്ലെങ്കിൽ അയാൾ കുറച്ച് മുന്നേ ഷെയർ ചെയ്ത കാര്യം അതുകൊണ്ടാണ് ആ മറുപടി മീറ്റിംഗിൽ പറഞ്ഞത് നമ്മളാണ് തകരുക, വേറെ അയാളല്ല. ഈ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ ഫോൺ മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ മാറ്റിയിട്ടോ അയാൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആൾക്കാർ ഇത് വേറെ വല്ലവരും അവരെ കുറിച്ചാണ് കരുതുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വെറുതെ കൃത്രിമമായിട്ട് തോന്നുകയും നമ്മുടെ ഉള്ളിൽ അകാരണമായ ഭയം, ഇനി നാളെ അയാൾ എന്താ പറയുക, അവൻ എന്താ പറയുക, ഇങ്ങനെ എങ്ങനെ ഈ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് എനിക്കൊക്കെ. ഒരു കാര്യമില്ലാതെ അവരത് പറഞ്ഞോട്ടെ, അവർക്ക് അങ്ങനെ എന്നെ കുറിച്ച് തോന്നിയിട്ടുണ്ടാവുന്നതല്ല എനിക്ക് ആദ്യം കടന്നു വന്നത്. വളരെ തെറ്റായിട്ട് എത്ര ഹാങ് ഓവറിലായിരുന്നു ഞാനെന്ന് എനിക്ക് ബോധ്യമായ സംഭവം. അത് പ്രോഗ്രാം അറിയുന്ന ഒരാളോട് സംസാരിച്ച് ഞാൻ അതിന് പുറത്തു കടന്നു. ആ പരിപാടികളൊന്നും അങ്ങനത്തെ ഇതൊന്നൊക്കെ മാറി. അവരെന്തോ ആയിക്കോട്ടെ, അവരെന്ത് പറയുന്നു എന്നല്ല, ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതൊക്കെ എനിക്കിന്ന് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ വളരെ പെട്ടെന്ന് വലിച്ചിടാൻ പറ്റുമായിരുന്നു. ഒരു വോയിസ് വിട്ടാൽ അതിലേക്ക് കയറി പിടിക്കും. അത് ഞാൻ തർക്കിക്കാൻ പോവാ, ചൂടാവാൻ പോവാ. ഈ ചൂടാവുമ്പോൾ സത്യത്തിൽ തകർന്നു പോകുന്നത് ഞാനാണ്, മറ്റുള്ളവരല്ല. എനിക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ അത് എവിടെയാണെങ്കിലും, വീട്ടിലുണ്ടായാലും എയിലുണ്ടായാലും എല്ലായിടത്തും ഇതാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് നമ്മളെ തന്നെ നമ്മൾ ഓരോ സമയങ്ങളിലും ഈ പറയുന്ന വൈകാരികമായിട്ട് നമ്മൾ പ്രശ്നത്തിലാകുമ്പോൾ, നാലാമത്തെ പടി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് വരുന്ന ആളാവുമ്പോൾ നമ്മുടെ കണക്കെടുപ്പ് രീതികൾ 10ാമത്തെ പടിയിൽ എത്തുമ്പോൾ ഒരു സന്ദർഭം ഉണ്ടാവുന്നു, എനിക്ക് ഒരാൾ കുഴപ്പമുണ്ടാക്കും, ഞാൻ അതിനെ എങ്ങനെയാ കണക്കെടുക്കുക? നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളത് ഏറ്റു പറയുമ്പോൾ, ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് എന്നെ ഒരാൾ മാനസികമായിട്ട് വിഷമിപ്പിച്ചു. ഇപ്പൊ ഞാൻ അയാളുമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി അയാളോട് ഞാനൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അയാള് സ്വാഭാവികമായിട്ട് ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല അയാൾ പെരുമാറിയത് എന്നോട്. വളരെ പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. മാത്രമല്ല, അയാൾ ആഗ്രഹിച്ച രീതിയിൽ നിന്ന് മാത്രമല്ല, അയാൾ ഒരു കാര്യമില്ലാതെ എന്നോട് വേറെ ചില ഉപദേശങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള തോന്നൽ എനിക്ക് കടന്നു വരുന്നു. എനിക്ക് ഭയങ്കര ഗിൽട്ട് ഫീലിംഗ്, എന്നോട് തന്നെ ഒരു സ്വയം സഹതാപമൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് അയാൾക്ക് വോയിസ് ഇടാനും അയാളോട് പ്രത്യേക രീതിയിൽ സോറി പറയുക. പക്ഷെ ആ സോറി പറച്ചിലൊക്കെ അയാളെ ഒന്ന് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അയാളുടെ പരിശോധന നടത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ അയാളോട് ആ മറുപടി പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞു, എന്റെ സ്വാഭാവിക ആഗ്രഹം, എന്റെ ഈഗോ ഹേർട്ടായി എന്നുള്ളതാണ് സത്യം. എനിക്ക് മറുപടി കൊടുത്തതും എന്റെ പഴയ സ്വഭാവത്തിലാണ്. പക്ഷെ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി തെറ്റ് എന്റെയാണ്. ഈ ആത്മപരിശോധന നടത്തേണ്ടത് ഞാൻ ഇങ്ങനെയല്ല. ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചു. ഏറ്റവും എളുപ്പം എന്താണ്? എയുടെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സുഹൃത്തിനെ വിളിക്കലാണ്. ആ സുഹൃത്തുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് എന്റെ പ്രതീക്ഷകൾ ഇന്നതായിരുന്നു, അവിടെയാണ് എനിക്ക് കുഴപ്പമുണ്ടായത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഒരു കാര്യത്തിന് അയാൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നെ. കാരണം അയാളുമായിട്ട് കുറെ കാലം ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അയാൾ വിചാരിച്ചത് ഈ ഒരു കാര്യത്തിന് ഉപദേശം ചോദിക്കാൻ ഞാൻ വിളിച്ചതാണെന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ വിലയിരുത്തുകയോ അദ്ദേഹത്തിനോട് ചീത്ത പറയാനോ അദ്ദേഹത്തിന്റെ കുറ്റം പറയാനോ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിൽ അയാൾ എന്നെ സഹായിക്കണം എന്ന് എന്ത് നിയമമുള്ളത്? ഞാൻ എങ്ങനെ പ്രതീക്ഷിച്ച എന്റെ തെറ്റല്ലേ, എന്നിട്ട് അയാളെ കുറ്റം പറയുന്ന ഞാനല്ലേ യഥാർത്ഥ കുഴപ്പം? ഈ കണക്കെടുപ്പാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 10ാം പടി ശീലാക്കി തന്നത്. അത് ഏറ്റു പറയുമ്പോ തന്നെ അവിടെ പറഞ്ഞ ആദ്യം എനിക്കിത് കടന്നു വരുന്നില്ല. ആദ്യം എനിക്ക് ഇയാൾ എന്തിനാ എന്നോട് പറഞ്ഞ, ഞാൻ അയാളോട് വേറൊന്നും ചോദിച്ചില്ലല്ലോ, വളരെ നിസ്സാരമായ ഒരു കാര്യത്തെക്കുറിച്ച് അയാളെ അറിയിക്കാൻ പോയതല്ലേ, അയാളാണോ ഇങ്ങനെ പറഞ്ഞതെന്നുള്ള അവിടെയാണ് 10ാമത്തെ പടിയിട്ട് ഈ കാര്യം കടന്നു വരും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ സമയം നഷ്ടപ്പെടുത്തുന്നതല്ലേ, നമ്മുടെ തെറ്റുകളെ എങ്ങനെ വിരസമായിട്ട് അയവിറക്കണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് ഇത് അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മൾ കൃത്യമായി ആത്മവിശകലനത്തിന്റെ ശീലം നമുക്ക് ഇല്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുക, സാഹചര്യം ശരിയല്ല, എല്ലാത്തിനും നമുക്ക് കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രശ്നത്തിനും നമ്മൾ മറ്റുള്ളവരെയും അതേപോലെ ആളുകളെ, സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഇതിങ്ങനെ തുടർക്കഥയായിട്ട് മാറും. ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തോടത്തോളം കാലം എന്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല.
അതുകൊണ്ടാണ് എയുടെ പ്രോഗ്രാം എന്നോട് പറഞ്ഞത്, നീ വെറുതെ ഇങ്ങനെ ഭാഗ്യം പരീക്ഷിച്ചിരിക്കണ്ട. എപ്പോഴെങ്കിലൊക്കെ വരുന്ന ഭാഗ്യം വരുമ്പോ ഈ സന്തോഷം, പ്ലഷർ ഉണ്ടാവും. ആ പ്ലഷർ നിലനിന്ന് പോവില്ല. നീണ്ടു നിൽക്കുന്ന ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു കുഴപ്പം എനിക്ക് ഉണ്ടാവുമ്പോൾ ഞാൻ ആത്മവിശകലനത്തിലൂടെ എന്റെ തെറ്റ് കണ്ടെത്തിയാൽ എനിക്ക് ഭാവിയിലേക്ക് അത് ഉപകാരപ്പെടും. മാത്രമല്ല, താൽക്കാലികമായൊരു വേദന ഉണ്ടായാലും എനിക്ക് അതിന് പുറത്തു കടക്കാൻ എളുപ്പം പറ്റും. എന്നെ അങ്ങനെ ആ ഹാങ് ഓവർ കൊണ്ട് നടക്കണം. ഒരാളോട് ഇപ്പൊ ഞാൻ ആ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ടുവരുന്ന നാളെ എനിക്ക് അയാളെ നാട്ടിൽ കാണുമ്പോഴോ വേറെ എവിടുന്നെങ്കിലും കാണുമ്പോൾ ആ ദേഷ്യം എന്റെ ഉള്ളിലുണ്ടാവും. എത്ര ചിരിച്ചിട്ടും ഞാൻ കാര്യമില്ല. എന്റെ ഉള്ളിൽ അസൂയായിട്ടോ വെറുപ്പായിട്ടോ എന്തിനാത്? നമ്മളെ പോലുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥ, അദ്ദേഹത്തിന് പല കാര്യമുണ്ട്. ഇനി അദ്ദേഹത്തെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ കരുതുന്നതൊന്നും ആയിരിക്കില്ല അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. അതാണ് വേറെ രസം. ഇത് പലതും ഞാൻ എന്റെ വേർഷനാണത്. അതാണ് നമ്മുടെ വേർഷൻ അല്ല ശരി. പല പല വേർഷൻസ് ഉണ്ട് ഒരു കാര്യത്തിൽ. നമ്മുടെ കാഴ്ചപ്പാടല്ല ശരി. അത് എയുടെ പ്രോഗ്രാമാണ് ബോധ്യാക്കി തന്നത്. ആത്മവിശകലനത്തിന്റെ ശീലം എനിക്ക് യഥാർത്ഥത്തിൽ ഇല്ല. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, കണക്കെടുപ്പിന് നീ കൂടുതൽ ഊന്നൽ നൽകണം, നിനക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് പണ്ടില്ലാതിരുന്ന ഒരു ശീലം, അത് ഞാൻ എയുടെ പ്രോഗ്രാമിലൂടെ നേടിയെടുക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറുക. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു പുണ്യാളനായിട്ട് മാറാനൊന്നും പറ്റില്ല. പതുക്കെ 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 ഞാൻ ഒരു സംഭവം വരികയാണ്. കുടിക്കാതെ ആവുന്ന പരിപാടി വൈകുന്നേരത്ത് കുടിക്കേണ്ട സമയത്ത് ബാറ് പോകാനോ കൂട്ടുകാരുടെ ഒപ്പം ഇരിക്കുന്നതിനോ പകരം മീറ്റിങ്ങിന് പോകുന്നു, പുതിയ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, അവിടെ നിന്ന് ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ച് കുറെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കഴിഞ്ഞു പോയ കുടിക്കഥകളൊക്കെ അയവിറക്കി വരുന്ന ഒരു പുതിയ രീതി കൊണ്ടുവരികയാണ്. അതേപോലെയാണ് എയുടെ പ്രോഗ്രാം. ഫെലോഷിപ്പിന്റെ അതേ ഒപ്പം തന്നെ നമ്മൾ പ്രോഗ്രാം പരിശീലിക്കുമ്പോൾ നമുക്ക് പണ്ട് ശീലമില്ലാതിരുന്ന കുറെ കാര്യം, സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ പുറകിലേക്ക് വലിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യണം? ആരോഗ്യപരമായ ഈ ശീലം, ഈ കണക്കെടുക്കുക, നമ്മുടെ തെറ്റ് കണ്ടെത്തുന്ന ശീലം നമ്മുടെ ദിനചര്യയായിട്ട് മാറ്റുമ്പോൾ ഇത് ഒരു നഷ്ടവും ഇല്ലാത്ത രീതിയിൽ നല്ല രസകരമായിട്ട് മാറും. അത് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. മാത്രമല്ല, വലിയ ലാഭവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ പരിശീലനം, ഈ 10ാമത്തെ പടിയിലെ നമ്മുടെ ഈ കണക്കെടുക്കുന്നതുകൊണ്ട് വ്യക്തിപരമായിട്ട് നമ്മൾ പരിശോധന നടത്തുന്നത്. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് മറ്റുള്ളവരുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളഞ്ഞ വഴിയിലൂടെ ആ സുഖം ഒരു സുഖമില്ല. നമ്മൾ സ്വയം നോക്കിയാൽ മതി. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അകാരണമായ ഭയം അത് അവരറിയാം. അവര് നമ്മളോട് മറുപടി പറയുക, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഉള്ളിൽ ഒരു കുത്തലുണ്ടാവും. അതൊന്നും ഇല്ലാതെ നമ്മൾ നമ്മളെ കണ്ട് നമ്മളെ മാറ്റാം. ആദ്യമൊക്കെ കുറെ പെയിൻ ഉണ്ടാവും. നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ മുന്നിൽ നമ്മൾ തോറ്റു എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ തോൽവി നമ്മൾ പറയുന്നില്ല, ഈ മനഃപൂർവ്വമുള്ള തോൽവിയുടെ ഒക്കെ സുഖം നമ്മൾ അറിയുമ്പോൾ ഇത് വല്ലാത്തൊരു സംഭവമാണ്. അത് നമ്മള് ബില്ല് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാർ പറഞ്ഞ പോലെ ആത്മീയ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അത് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. നമ്മൾ ആത്മപരിശോധനയ്ക്കായിട്ട് ചെലവഴിക്കുന്ന ഒരു സമയവും നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു കുഴപ്പം എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാന് അതിനെ പരിശോധിക്കാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ള മണിക്കൂറുകളെ ഏറ്റവും മികച്ചതും സന്തോഷകരമാക്കും. ഈ റീസെന്റ് ആയിട്ട് തന്നെ അതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി എനിക്ക് ഒരു 6-7 വോയിസ് ഇടുക, വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അദ്ദേഹത്തോട് ഞാൻ പ്രവർത്തിച്ചതും ഞാൻ ചെയ്തതുമായ കാര്യങ്ങൾ ഒന്നും നോക്കാതെ അയാള് എണ്ണി എണ്ണി എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടു. എനിക്കത് കേൾക്കാതിരിക്കാനും തോന്നുന്നില്ല. എനിക്കറിയാം അത് കുഴപ്പമാണെന്ന്. രാത്രിയാണ് സമയം, അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ സ്വാഭാവിക ആഗ്രഹത്തിൽ എനിക്കത് കേൾക്കാതിരിക്കാനും പറ്റുന്നില്ല. ഞാനത് വേറെ ഫോർവേഡ് ചെയ്തിട്ട് കേട്ടു വോയിസ്. അവിടെ ആദ്യം കടന്നു വന്നത് എന്റെ പഴയ സ്വഭാവം തന്നെയാണ്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ എന്റെ ഈഗോ ഹേർട്ടായിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ചുരുക്കി. പണ്ടത്തെക്കാളൊക്കെ വളരെ മെച്ചമുണ്ടായത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു മുഹൂർത്തമാണ്. കാരണം അയാളുടെ ഓരോ വാക്കും എനിക്ക് പ്രൊവോക്കേഷൻ അനുഭവപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. തിരിച്ച് അയാളോട് 2 മറുപടി പറഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നത് ഞാൻ എന്റെ പഴയ യഥാർത്ഥ ഉണ്ണി കരുതുന്നത് അങ്ങനെയാണ്. അങ്ങനെ മറുപടി ഇപ്പോ തെറിക്കുത്തരം മുറിപ്പത്തറി കൊടുക്കണം എന്നാണ്. പക്ഷെ പ്രോഗ്രാം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അയാൾ എന്നെ, ഞാൻ മിണ്ടാതെയാകുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും വോയിസുകൾ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്തിരുന്നു. ബ്ലോക്കൊന്നും ചെയ്തില്ല. ഭയങ്കര സഭ്യതയുടെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് തെറി വിളിക്കാൻ തുടങ്ങും.
മുഴുവൻ ഞാൻ അദ്ദേഹത്തെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴുവൻ തകർച്ചയുടെയും കാരണം ഒക്കെ ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തിനാണ് അവിടെ മറുപടി പറയേണ്ട കാര്യം? എനിക്കറിയാം എന്നുണ്ടെങ്കിൽ ഒരാള് ബോധിപ്പിക്കാൻ അയാൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ പിന്നെ ഞാൻ അയാളോട് ചൂടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്റെ ഈ കുടുംബത്തിൽ ഞാൻ എന്റെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഭാര്യയോടും മകനോടും ഇത് കാണിക്കും. എനിക്ക് അസ്വസ്ഥത ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഇവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ കാണിക്കുന്ന വിപുലമായ ശ്രമങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കും. പലപ്പോഴും ഒരാളോട് പരിപൂർണ വിദ്വേഷം ഉണ്ടാവുമ്പോൾ ആ വിദ്വേഷം മാറ്റാതെ അയാളോട് മാപ്പ് പറയാൻ പോയിട്ട് അയാളെ വീണ്ടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ടി വന്ന അനുഭവം ഉണ്ടായ ആളാണ്. അതുകൊണ്ടാണ് പറയുന്ന പരിപൂർണമായ വിദ്വേഷം ഉപേക്ഷിച്ചിട്ടേ അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നാലാമത്തെ പടിയിൽ പറയുന്നതിന്റെ കാരണമൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ. എന്റെ ബാക്കിയുള്ള മണിക്കൂറുകൾ ഞാൻ എന്താ ചെയ്തറിയാം? ഞാൻ പ്രോഗ്രാമിൽ 59 മുതൽ 62 വരെയുള്ള ഭാഗങ്ങളിലൂടെ കടന്നു പോവുക ചെയ്യും. രാത്രി സമയങ്ങളിലപ്പോൾ ആരും വിളിക്കാനൊന്നും വരില്ല. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മാറി. ഞാൻ മനസ്സിലാക്കി അതായിക്കോട്ടെ, എന്റെ ഈഗോ ഹേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ എന്റെ ബാക്കി സമയങ്ങളെ കൃത്യമായിട്ട് എനിക്ക് വിനിയോഗിക്കാനും ബാക്കി ആരെയും അത് എഫക്ട് ചെയ്യാതെ ഞാൻ സുഖമായി കടന്നു തുടങ്ങി. ആ ഭാഗങ്ങളിലേ ചിന്തിച്ചില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാനല്ല ഡയറക്ടർ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ലിമിറ്റ് ഉണ്ട്. എന്റെ ജീവിതം പോലും എന്റെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും. ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ എടുക്കേണ്ട കാര്യം? അത് ആ കണക്കെടുപ്പിന്റെ സുഖാണത്. ഈ കണക്കെടുപ്പ് പഴയ രീതിയിലാണ് ഞാൻ തിരിച്ചയാളോട് മറുപടി ഇട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടം എനിക്കാ. എന്റെ ആ ദിവസം പോവും, എന്റെ ഉറക്കം പോകും രാത്രിയിലെ. ഞാൻ സുഖമായിട്ട് സാധാരണ ഉറങ്ങുന്നതിനേക്കാൾ 8 9 മണിക്കൂർ വെള്ളിയാഴ്ച ആയതുകൊണ്ട് 9 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റി. അപ്പൊ അവിടെയാണ് ഒരു തരത്തിലും നഷ്ടമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഗുണം നമുക്കാണ്. അപ്പോ നമുക്ക് അവിടെയാണ് നമ്മുടെ ഡെയിലി റിഫ്ലക്ഷനിൽ ഇന്നലെ ഇന്നൊക്കെ പറയുന്ന ഭാഗം കടന്നു വരുന്നത്. എന്തിനാണ് ഈ അപ്പപ്പോഴുള്ള കണക്കെടുപ്പ് നമ്മൾ നടത്തുന്നത്? നമുക്ക് അലോസരം ഉണ്ടാകുന്ന ഓരോ സമയവും അതിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ, നമ്മളിൽ എന്തോ കുഴപ്പമുണ്ട്. ഇതാണ് ഈ ആത്മീയമായ പ്രത്യക്ഷ പ്രമാണമായിട്ട് പറയാറ്. എങ്ങനെയാണ് ഈ ആത്മീയ പ്രത്യക്ഷ പ്രമാണം കടന്നു വരുന്നത്? പലപ്പോഴും നമുക്ക് തോന്നും അതെന്ത് വർത്താനം ഈ പറയണം. നമ്മളെ ഒരാള് ചീത്ത വിളിക്കുക, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ട് ഇരിക്കുന്ന അയൽപക്കക്കാരൻ അയാൾ നമ്മളെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു പ്രാന്തൻ മാനസികമായ രോഗി. നമ്മളും ഒരു കാലത്ത് വേറെ രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്. നമുക്കങ്ങനെ മാനസിക രോഗി എന്ന് വേറെ ആളെ അപമാനിക്കാനുള്ളതൊന്നുമില്ല, എന്നാ പോലും. അപ്പോ അതെനിക്ക് എന്നെ ശരിക്കും ഉപദ്രവിക്കുകയല്ലേ? പിന്നെന്തിനാ എനിക്കൊരു കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് എന്തിനാ? അവിടെയാണ് ഈ നീതീകരിക്കത്തക്ക ദേഷ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? കാരണം നമ്മളെ ആൾക്കാർ ചതിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടാൻ നമുക്ക് അർഹതയില്ലേ? നമ്മളോട് വളരെ മോശമായിട്ട് നമ്മളെ ഒരു ഒപ്പം നിന്ന് സുഹൃത്തായി നിന്ന് നമ്മുടെ പൈസയും മേടിച്ച് നാളെ തരാം മറ്റന്നാൾ തരാന്ന് പറഞ്ഞ പൈസയും മേടിച്ച് പോയിട്ടുള്ള അവനോട് ദേഷ്യപ്പെടാൻ പാടില്ല, നിങ്ങൾ എന്തായി പറയുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എന്റെ ഒപ്പം സ്ഥാപനത്തിൽ നടത്തി അവൻ വേറെ സ്ഥലത്ത് ജോലിക്ക് കയറി എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്റെ സ്ഥാപനം അവിടുത്തെ ജോലിക്കാരൻ എന്നെ പറ്റിച്ചു. അവിടെ മാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ തന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ രീതിയിൽ നാർസിസ്റ്റ് ആയിട്ടുള്ള പല ആളുകളും ഉണ്ടാവും. അവര് നമ്മുടെ പങ്കാളികൾ തൊട്ട് മക്കള്, ഭാര്യ, അമ്മ, അച്ഛൻ, പല രീതിയിലുണ്ടാവും. അവരൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലുണ്ടാവും. അവരൊക്കെ അവര് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്ന എന്റെ ഒരു മുതലാളിയൊക്കെ ഉണ്ട്. അയാളോട് ഞാൻ എത്ര തന്നെ അയാളിലേക്ക് എന്നെ വലിച്ചിഴപ്പിച്ച് കൊണ്ടുപോയിട്ട് എനിക്ക് കുഴപ്പമുണ്ടാക്കി, എന്നെ കൊണ്ട് ചൂടാക്കി. അപ്പൊക്കെ ഞാൻ കരുതിയിരുന്നത് അയാൾ എന്നെ എത്ര അധികം ഉപദ്രവിച്ചിട്ടല്ലേ, ഇത്ര അധികം സാലറി എനിക്ക് തരാൻ, അയാളോട് ദേഷ്യപ്പെടാൻ എനിക്ക് അർഹതയില്ല, എന്നോട് തെറ്റിദ്ധരം കാണിച്ചിട്ടല്ലേ എന്ന്. അവിടെയാണ് പറഞ്ഞത് ഈ നീതീകരിക്കപ്പെട്ട ദേഷ്യം അത് കൂടുതൽ യോഗ്യത. നിനക്കത് യോഗ്യത ഉണ്ടോ? നിന്റെ ദിവസം നശിപ്പിക്കോ? നിനക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനും സന്തോഷിക്കാനും പറ്റും? എനിക്ക് പറ്റില്ലാന്നേ. ഞാനിപ്പോ എന്റെ മുതലാളിയോട് ഞാൻ 4 ചീത്തയും ഒക്കെ പറഞ്ഞ എന്റെ ഉള്ളിൽ അകാരണമായ ഭയമാണ്. നാളെ അയാൾ പണി തരുമോ, അയാൾ എന്റെ അർബാബിനോട് പറഞ്ഞിട്ട് എന്റെ വിസ ക്യാൻസൽ ചെയ്യും, എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. എന്തിനാത്? സംഭവം അയാൾ അത് വിട്ടിട്ടുണ്ടാവും, നമ്മളിത് വിടില്ല. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ ഭാര്യമാരൊക്കെ ആയിട്ട് പല പ്രശ്നം ഉണ്ടാകുമ്പോ അവര് വേറൊരു ഫംഗ്ഷനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോവില്ല.
അവരവിടെയൊക്കെ മിങ്കിൾ ചെയ്താലും നമ്മൾ അതും പേറി നടക്കുകയാണ്. നമ്മുടെ ചിന്തയിൽ മൊത്തം അത് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാ. നമ്മളെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ദേഷ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ദേഷ്യവും വിടില്ല, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇതിങ്ങനെ വലുതാക്കും. നമ്മൾ ചെറിയ മുറിവ് ഇങ്ങനെ കുത്തി 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 ഇറക്കും. അതുകൊണ്ടാണ്, കാരണം ഇതിൽ മറ്റുള്ളവർക്ക് കുഴപ്പമില്ല എന്നല്ല, താൻ പോരിമക്കാരില്ല സമൂഹത്തിലെന്നോ അവര് ആരും ദ്രോഹിക്കുന്നില്ല എന്നല്ല, ഇത്തരം ആളുകളൊക്കെ ഉണ്ട്. അവിടെയാണ് ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെ പോകും? അവിടെ നിങ്ങൾ നമ്മൾ പറയുന്ന താമരയിലെ വെള്ളത്തിൽ കിടക്കുന്ന പോലെ മേത്ത് വെള്ളം പറ്റി പിടിക്കാതെ നിൽക്കുന്ന ഒരു പരിശീലനമുണ്ട്. ഇത് നമ്മളെ ബാധിക്കരുത്. അതിനർത്ഥം അവർ തെറ്റ് ചെയ്യുന്നില്ല എന്നോ അവരെല്ലാം നമ്മൾ മാത്രം തെറ്റുകാരാണെന്നല്ല. മറിച്ച് അവരുടെ തെറ്റുകൾ അവർ നോക്കിക്കോട്ടെ, നമ്മളെ ബാധിക്കരുത്. കാരണം എന്താ, നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാ. ഇന്ന് ഞാൻ മനോഹരമായി ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞാലേ എനിക്ക് മനോഹരമായ നാളെകൾ ഉണ്ടാക്കാൻ പറ്റൂ. ആ നാളെകൾ എന്തായി തീരുമെന്നല്ല, ആ എന്തായി തീർന്നാലും അതിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം മദ്യാസക്തനായ എന്നെ പോലെ നീരസത്തിന്റെ ഇരകളായിട്ട് മാറിയ വേറെ ആരുമില്ല. ആ നീരസം നീതീകരിക്കപ്പെട്ടോ എന്നത് വിഷയമല്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി ഒരാളോട് പൊട്ടിത്തെറിച്ചാൽ ആ ദിവസം എന്റെ നശിക്കും. പലപ്പോഴും എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് ഈ ദേഷ്യം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുമ്പോ, അതുകൊണ്ടാണ് ഈ തർക്കിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊക്കെ പറഞ്ഞു, ഞാൻ ഭയങ്കര താർക്കികനാണ് പഴമക്കാരോട്. എന്നോട് തർക്കിച്ച് മറ്റുള്ളവർക്ക് ജയിക്കാൻ പറ്റില്ല, പിന്നെ എന്താ എന്നോട് തർക്കിക്കേണ്ട പറയുന്നത് ചോദിച്ചു ഞാൻ. പിന്നല്ലേ മനസ്സിലായി, തർക്കിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു എന്ന് പറഞ്ഞാൽ തോൽവി ഇഷ്ടപ്പെടാത്ത ഒരാളാ. ഉടൻ കയ്യും കാലും പോകും, എങ്ങനെയും ജയിച്ചേ പറ്റൂ. ഉള്ളിന്റെ ഉള്ളിൽ എന്ത് തറവേല കാണിച്ചും എതിരെ നിൽക്കുന്നവരെ പരാജയപ്പെടുത്തും. അപ്പോ നമുക്ക് അടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കീഴടങ്ങാനോ പറ്റുന്നവരുടെ നേരേക്ക് നമ്മൾ ശാരീരികമായിട്ട് ആക്രമിക്കുക. അത് പ്രത്യേകിച്ച് ഭാര്യ ആയിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ, അവരോടെ നമ്മൾ കാണിക്കുക. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ആ ദിവസം നഷ്ടപ്പെടുത്തും. നമ്മുടെ ഉള്ളിലെ നീരസം നമ്മളെ വല്ലാത്ത രീതിയിൽ ഭയത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും കൊണ്ടുപോകും. അപ്പോ മറ്റുള്ള ആളുകൾക്ക് ദേഷ്യം എന്താണ്, നമ്മൾ പറയുന്ന പോലെ ദേഷ്യം വരുന്നത് തെറ്റല്ല. ഒരു വികാരങ്ങളും മനുഷ്യന്റെ വികാരങ്ങൾ മനുഷ്യനെ അതിജീവിക്കാൻ സഹായിച്ച കാര്യങ്ങളാന്ന് പറയാറുണ്ട്. ദേഷ്യം ഇല്ലാതെ ഒന്നും ആവില്ല, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ദേഷ്യം ഇല്ലാത്തൊരു മനുഷ്യനെ നമ്മുടെ പ്രോഗ്രാം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, ഈ ദേഷ്യത്തെ നമ്മൾ പതുക്കെ 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 വഴി തിരിച്ചു വിടാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സ്പോൺസറൊക്കെ എന്നോട് പറഞ്ഞത് ആദ്യതാണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ചീത്ത പറയാൻ, എനിക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ പുള്ളി മലയാളത്തില് ഞാൻ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചീത്ത നമുക്ക് പറയേണ്ട ആളോടല്ലാണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോ, അല്ലാണ്ട് കടിച്ചമർത്തി ദേഷ്യം നിന്നാ അത് പുറത്തേക്ക് വലിയ രീതിയിൽ വരും. കാരണം കാണുമ്പോ നമ്മുടെ ദേഷ്യം കൂടും. അപ്പൊ നമ്മളിങ്ങനെ അടിച്ചമർത്തി, ഇപ്പൊ സെറനിറ്റി പ്രയറൊക്കെ ചെല്ലി നിർത്തുക എന്നായിരുന്നു. അങ്ങനെ നിൽക്കുന്നില്ല ഈ സാധനം. ഇത് നമ്മുടെ വികാരമാണ്, ഇതിനെ നമുക്ക് അങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അവിടെ അപ്പുറത്തുള്ള ആൾ വീണ്ടും കാണിക്കുന്ന പ്രവൃത്തി വളരെ അധികം നമുക്ക് ഇറിറ്റേഷൻ വരും. കാരണം ദേഷ്യം നമുക്ക് മാറിയിട്ടില്ല. അവിടെയാണ് ആ സാഹചര്യം ഒഴിവാക്കി പെട്ടെന്ന് അവിടുന്ന് മാറുക. ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ പറ്റുന്ന ആളോടോ നമ്മുടെ അതിലേക്ക് തന്നെ ആ തെറി പറയാനോ അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് അവിടെ പറയാ. അങ്ങനെ പറഞ്ഞിട്ടാണ് തെറി പറച്ചിലില്ലാതെ, അല്ലാണ്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടും ആ തെറി പറച്ചിൽ മാറി എന്നല്ല ഞാൻ. ആ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനൊക്കെ മാറ്റിയത്. ആ സ്ഥലത്ത് നിന്ന് മാറുക, ആ ബാധിക്കപ്പെട്ട ആളോട് പറയാതെ വേറെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ എല്ലാ ദിവസം നമ്മുടെ നഷ്ടപ്പെടും. അത് നമ്മളിങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞതിനെ കുറിച്ചും നമ്മുടെ ഇതിൽ പറയാറുണ്ട്. അത് ദയനീയമായിട്ട് നമ്മളെ പരാജയപ്പെടുത്തും. അതുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ട ദേഷ്യവും നീതീകരിക്കപ്പെടാത്ത ദേഷ്യവും വേർതിരിച്ചറിയാൻ കഴിവുള്ളവരല്ല മദ്യാസക്തർ എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്റെ കോപം എപ്പോഴും നീതീകരിക്കപ്പെടുകയാണ്. വല്ലാത്ത വൈകാരിക ലഹരിയിലേക്ക് നമ്മുടെ കോപം നമ്മളെ നിർത്തുകയാണ്. അതാണ് വരണ്ട മദ്യപാനം. പലപ്പോഴും ആ ദേഷ്യമാണ് പലപ്പോഴും കുപ്പിയിലേക്ക് പല ആളുകളെയും കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്. അതേപോലെയാണ് അസൂയ, മറ്റുള്ള ആൾക്കാരോടുള്ള അമിതമായ അസൂയ, കുശുമ്പ്, നമ്മുടെ സ്വയം സഹതാപം, അഭിമാനക്ഷതം. ഞാനിങ്ങനെ എന്റെ ഈഗോ ഹേർട്ടായി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഈഗോ ഹേർട്ട് ചെയ്തു, എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടി, എനിക്ക് മാത്രം ഒന്നും ആയില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ അപമാനിച്ചു എന്നുള്ള തോന്നൽ തൊട്ട് ഇങ്ങനെ കുറെ വികാരങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ ഈ പ്രോഗ്രാം പറഞ്ഞ നമ്മൾ ഈ കണക്കെടുപ്പ് നടത്തുന്നതിനർത്ഥം അതില് പല അംഗങ്ങളുടെയും
അനുഭവങ്ങൾ, അവരുടെയും കൂടി അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം, അവരുടെ ഭാര്യമാരൊന്നും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാര്യമാര് പരിപൂർണമായിട്ട് മാറിയിട്ടൊന്നുമില്ല ഇന്ന്. പല ഭാഗങ്ങളിലും ഭാര്യമാര് കടുത്ത കുഴപ്പക്കാര് തന്നെയായിരുന്നു. അപ്പോ അത് അവരെ ബാധിക്കാതെ അവർ ഈ പ്രോഗ്രാമിൽ നിന്നത് അവർ പറഞ്ഞു. തീർച്ചയായിട്ടും അത്തരം പഴമക്കാരുടെ അനുഭവങ്ങളായിരുന്നു മുന്നേ പോയതാണ്. അതിനർത്ഥം അവരിന്നും അവരുടേതായ രീതിയിൽ തന്നെയാണ് ഭാര്യ. അവർ നല്ലോണം പോകുന്നില്ല, അവർ ഈ പ്രോഗ്രാം പരിശീലിക്കുന്നില്ല. മാത്രമല്ല ഇതിനെ പുച്ഛാണ്. മീറ്റിങ്ങിനെ പോലും പുച്ഛമുള്ള ഭാര്യമാരുള്ള ആൾക്കാരുണ്ട്. അവർക്ക് മീറ്റിങ്ങിൽ വീട്ടിൽ നിന്ന് പോലും പറയാൻ പറ്റാത്ത പഴമക്കാർ വളരെയധികം പുച്ഛത്തോടു കൂടി ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആളുണ്ട്. അവിടെയൊക്കെ അവർ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുറത്ത് പറച്ചിലുകൾ മാറ്റിയിട്ട് എന്നാലും അവരുടെ മുഖത്ത് ആ പുച്ഛം കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവരിന്നും മക്കൾക്ക് വേണ്ടിയിട്ടും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് ജീവിക്കുകയും അവരുടെ പരിശോധന നടത്താതെ ഇവര് മാറിപ്പോയി. എന്നാൽ പറയേണ്ടത് മുഖത്ത് നോക്കി അവരോട് പറയാനും, എങ്ങനെ പറയുന്നത്, ഈ വൈകാരികത ഇല്ലാതെ ഒന്ന് വരൂ കേട്ടോ, ഇന്നിരിക്കും, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അപ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. അതല്ല നമ്മൾ ദേഷ്യത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് കുഴപ്പമുണ്ടാകും. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി, നമ്മുടെ ദേഷ്യം മാറ്റിയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഓഫീസിലായി കഴിഞ്ഞാലും നമ്മുടെ കൊളീഗ്സിനോടായിക്കോട്ടെ, നമുക്ക് ദേഷ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എതിരെ നിൽക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. നമ്മുടെ മക്കളോട് എന്താ നമ്മൾ അമിതമായ ദേഷ്യം വന്ന് മക്കളോട് സംസാരിക്കുമ്പോൾ അവരെടുക്കില്ല അത്. നേരെ മറിച്ച് നമ്മൾ കുറച്ച് വിവേകത്തോടു കൂടി പതുക്കെയാണ് നമ്മൾ ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റം വരും. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വളരെ ശക്തമായിട്ട് വികാരങ്ങളെ നമ്മൾ ആദ്യം എവിടെയാണ് തീർക്കേണ്ടത്, എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്, അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടതെന്നാണ് പറയുന്നത്. 10ാമത്തെ പടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ദേഷ്യം ആയിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരോടുള്ള അസൂയ, ആത്മാനുകമ്പ, നമ്മുടെ സ്വയം സഹതാപം, അതേപോലെ നമ്മുടെ അഭിമാനബോധം, ഇതിനെല്ലാം ഈ രീതിയിൽ മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓരോ കുഴപ്പങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ കണക്കെടുക്കണം. അതാത് സമയത്ത് നമ്മളെ വളരെയധികം നമ്മുടെ വികാരങ്ങളെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീർഘകാലമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഇതുവരെ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടാത്ത ചില കുഴപ്പങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് ഈ കണക്കെടുപ്പിൽ കിട്ടാൻ പറ്റും. ഈ ഒരു പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള പോക്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടി അവിടെ വീണ്ടും ഒരു അബദ്ധം ഉണ്ടാവാതിരിക്കാൻ പറ്റും. അപ്പൊ തെറ്റുകൾ അവിടെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും. അത് പുതിയ രീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനു മുന്നേ എന്തിനും ഏതിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ എന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ തുടങ്ങി. ഇനി എന്റെ തെറ്റല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റാവുമ്പോൾ അത് പൊറുക്കാനുള്ള സന്നദ്ധത എനിക്കുണ്ടായി. അവിടെയാണ് പറഞ്ഞു വിഷമം. ഇനിയിപ്പോ ഒന്നുമല്ല, നീ വിചാരിച്ച പോലെ നിനക്ക് ഇടയ്ക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കാറുണ്ട്. അവിടെ വിഷമമൊന്നുമില്ല. പുരോഗതി നീ നോക്കുക, പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് പോകാൻ പറഞ്ഞു. അതൊരിക്കലും ന്യായീകരണമായിട്ട് ഉപയോഗിക്കരുത്. നിന്റെ തെറ്റുകൾ, നീ മദ്യാസക്തനാണ്, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? നമ്മുടെ കീഴെ വരുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങും. ആത്മനിയന്ത്രണത്തിന്റെ വികസനം, ആത്മനിയന്ത്രണം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ലക്ഷ്യം. അത് ഏറ്റവും മുൻഗണന അർഹിക്കുന്നതാണെന്നാണ് പ്രോഗ്രാം എന്നോട് പറഞ്ഞത്. അതിന് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വേണ്ട വിചാരം ഇല്ലാതെ ഒറ്റയടിക്ക് ഉടനടി പ്രവർത്തിക്കുക, ഉടനടി പറയുക, എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും എടുത്തടി ഉള്ള പ്രവർത്തികൾ, ഇതൊക്കെ ഞാൻ മാറ്റണം. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവുക, എനിക്ക് സഹിഷ്ണുത ഉണ്ടാവില്ല. നമുക്ക് വെറുതെ മീറ്റിങ്ങിൽ പറയാനും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയിലൊക്കെ പറയാൻ പറ്റും, പക്ഷെ എനിക്കുണ്ടാവില്ല. അപ്പോൾ ദയാഹീനമായിട്ടുള്ള വഴക്ക്, മനഃപൂർവ്വമുള്ള ദേഷ്യം ജനിപ്പിക്കുന്ന മറ്റുള്ളവരോടുള്ള വിലയിരുത്തല്, ഇത് നമ്മളോട് ഒരാളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറെ കാലത്തേക്കോ നമുക്കല്ലേ കുഴപ്പം. നമ്മൾ ഒരാളെ വിലയിരുത്തി അയാളെ ശത്രുവായിട്ട് കരുതുമ്പോൾ നമ്മളെ നശിപ്പിക്കുന്ന. അതുകൊണ്ടാണ് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ട്, ആ വോയിസ് ഇടുന്നതിന് മുന്നേ ഒരു 3 വട്ടം ആലോചിക്കണം. എന്തെങ്കിലും എഴുതുന്നതിന് മുന്നേ ഉടനടി ഈഗോയിസ്റ്റിക് ആയിട്ട് മറുപടി പറയരുത്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ മതി, ഒരാളൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിന് മറുപടി പറഞ്ഞു, അവൻ എന്റെ ഈഗോ ഹേർട്ടായി. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ കാര്യമാണ്. നമ്മുടെ ടൈപ്പിംഗ് ഇടല്, ഒരാളോട് എങ്ങനെ പറയണം നമുക്കറിയില്ല, അത് പെട്ടെന്ന് ഈഗോ ഹേർട്ടാവും ഒരാളോട് നമ്മൾ നേരിട്ട് പറയുമ്പോൾ. ഏതൊരു കാര്യവും അതാണ്.
നമുക്ക് കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടാകുമ്പോൾ അയാളെ നമ്മൾ വിമർശിക്കുക. അതേപോലെ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ നോക്കിയാൽ പല ബന്ധങ്ങളും എന്റെ തകർന്നിട്ടുള്ളത് വാദപ്രതിവാദങ്ങളെ കൊണ്ടാണ്. പല സുഹൃത്തുക്കളുമായിട്ടും എന്റെ ആശയങ്ങളിലേക്ക് വരാൻ ഞാൻ അവരെ ശരിയാക്കി എടുക്കാനുള്ള വാദപ്രതിവാദം എത്ര തന്നെ ശ്രമിച്ചാലും വാദപ്രതിവാദത്തിൽ മധ്യാസക്തരുമായിട്ട് ജയിക്കാൻ പറ്റില്ല. കാരണം എതിര് നിൽക്കുന്ന ആള് നമ്മളെ ഉൾക്കൊള്ളില്ല. നമ്മൾ എല്ലാവരും അവരവരും ഗംഭീരമാരെന്ന് കരുതുന്നവരാണ്. ഞാൻ സ്വയം ഞാനൊരു സംഭവം എന്ന് കരുതിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ നിശബ്ദമായ പുച്ഛത്തെ കുറിച്ച് പറയാനാണ് 10ാമത്തെ പടി. നമ്മളൊരാളോടുള്ള പുച്ഛമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് ഒരു പുച്ഛിക്ക ഉള്ളില് അവന്റെ ഒരു ഡയലോഗ്, ഓനൊക്കെ എന്നാ പായിട്ടല്ലേ, എന്താ ഓന്റെ ഒക്കെ അവസ്ഥ, ഇത്ര ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് അങ്ങനെ എന്ത് യോഗ്യതയല്ല നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ പുച്ഛിക്കാൻ? ഇതാർക്കാ കുഴപ്പം? ഞാൻ അങ്ങനെ പുച്ഛിച്ച ഏതെങ്കിലും ഒരു ഏക്കാരനെ ഞാൻ പുച്ഛിക്കുക എന്നുണ്ടെങ്കിൽ ഇത് ആർക്കാ കുഴപ്പം? പ്രകടിപ്പിക്കാത്ത ദേഷ്യത്തിന്റെ കാര്യം, പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ദേഷ്യം ഒതുക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരത്തിന്റെയും പ്രതികാരത്തിന്റെയും ഇരകൾ കോർത്തിട്ടിരിക്കുന്ന വൈകാരിക കെണികളാണെന്നാണ് ലിറ്ററേച്ചറിൽ പറഞ്ഞത്. എന്റെ അഹങ്കാരം, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള സാധനം, ഞാൻ പരാജയമൊന്നും സമ്മതിച്ചിട്ടില്ല അങ്ങനെ ആകുമ്പോ. അതുകൊണ്ടാണ് പടികള് എഴുതി ചെയ്തുകൊണ്ടോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോണ്ടോ എന്ന് എനിക്ക് പറ്റില്ല. ഇത് പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. എങ്ങനെ ചെയ്തു എന്നല്ല, എവിടെ ഞാനിത് പ്രവർത്തിക്കുന്നു എന്നുള്ളിടത്താണ് എനിക്ക് മാറ്റം ഉണ്ടായത്. അവിടെയാണ് എനിക്ക് ആ സുഖം കിട്ടാൻ തുടങ്ങിയ, പ്രോഗ്രാമിന്റെ സുഖം. അതുവരെ വെറുതെ ഇങ്ങനെ മീറ്റിംഗിൽ പറയുന്ന പോലെ ആയിരുന്നില്ല അത്. അഹങ്കാരത്തിന്റെ, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നൽ, മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത പ്രതികാരം. അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യമുള്ള ആൾ കുടിച്ചു പോകുമ്പോൾ ഉള്ളിലൊരു സന്തോഷം വരും. എത്ര വൃത്തികെട്ട വികാരാണെന്ന് ആലോചിച്ചോ. കാരണം നമ്മൾ പറഞ്ഞത് അവൻ കേട്ടില്ല, അവൻ കുടിച്ചു എന്ന് പറയുന്നതിനെ വിലയിരുത്തുക, കുടിച്ചതിന്റെ കണക്കെടുക്കുക. അതിന്റെ കാരണം അതാണ്. ഈ സാധനമാണ്. ഞാൻ എന്തോ ഒരു ഗുണാണ്ടറാണ്, കുടി നിർത്തിയിട്ട് വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. കുടിച്ചൊരാളുടെ കണക്കെടുക്കുമ്പോ ഞാൻ എന്തോ ആയി എന്നാണ്. എത്ര കാലം എനിക്ക് പറ്റിയിട്ടില്ലല്ലോ ഏലെത്തുന്നോളം. ഇതിന് മുന്നേ നിർത്തണ്ടായിരുന്നില്ല. എന്തൊക്കെ നഷ്ടം ഉണ്ടായി. ഞാൻ തെരുവിലെത്തിപ്പെട്ട ആളാണ്. 5 പൈസ കുടി എടുക്കാനില്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ഇഴഞ്ഞുകൊണ്ട് കയറി വന്ന, വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ജോലി തെണ്ടിയ ആളാ ഞാൻ. ഞാൻ മറ്റുള്ളവരെ കളിയാക്കുന്ന, എന്റെ സ്വന്തം കുടി എന്റെ ജീവിതത്തിൽ നിന്ന് പലതും എടുത്തു മാറ്റപ്പെട്ടു. എന്നിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പുച്ഛിക്കുക ഇന്ന് വലിയ സംഭവമായിട്ട് എന്തോ ആയി എന്ന തോന്നൽ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ വിലയിരുത്തൽ, എങ്ങനെയാ നീ കുടിച്ചെന്നുള്ള കാര്യം പറയുക, അവന്റെ കുടിയെ വിലയിരുത്തുക. ഒരിക്കലും അത് തെറ്റാണ്. ഒരാൾക്കും വേറൊരാളെ കുടിയെ വിലയിരുത്താൻ പറ്റില്ല, അയാൾക്കല്ല. ഞാൻ എന്തോ ആയി എന്ന തോന്നലാ മറ്റുള്ളവന്റെ കുടി അവൻ കുടിക്കാനുള്ള കാരണം ഞാൻ വിലയിരുത്തുന്നു. എന്റെ പരിശോധനയാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രതികാരങ്ങൾ ഉണ്ടാവുക, മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാവുക, അസൂയ ഉണ്ടാവുക, വൈകാരിക കെണികളാണ് ഇത്. നമ്മളെ എന്തറിയോ, വല്ലാത്ത നമുക്ക് ഏടെ പ്രോഗ്രാമില് സുഖം അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് മാറിക്കൊണ്ട് നമ്മൾ ആത്മനിയന്ത്രണത്തെ വളരെ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ, ഓരോ കണക്കെടുപ്പും ഭംഗിയായിട്ട് എന്തൊക്കെ നടന്നു എന്നും വിട്ടുപോകാതെ, ഞാൻ എന്നെ ഒരു ഭയവും ഇല്ലാതെ മറ്റുള്ള ആൾക്കാരെ പരിശോധിക്കുന്ന അതേപോലെ അതിനേക്കാൾ ഉഷാറായിട്ട് ഞാൻ എന്നെ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്നെ കണ്ടെത്താനും വളരെ മികച്ച രീതിയിൽ, ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ മാറാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പൂർവ്വം ഓരോന്ന് സ്മരിക്കാനും മനസമാധാനത്തോടു കൂടി ഇന്ന് ഉറങ്ങാനും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ പ്രോഗ്രാം പറയുന്ന രീതിയിലൊക്കെ നിൽക്കാൻ, ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് എടുക്കാനൊക്കെ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിലയിരുത്തുന്ന രീതിയിലാണ്. കൂടുതൽ തയ്യാറായിക്കൊണ്ട് തന്നെ കൂടുതൽ മാർഗദർശനവും പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനായിട്ട് എന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പ്രോഗ്രാമും ലിറ്ററേച്ചറും മറ്റുള്ള ആൾക്കാരും സഹായിക്കണം. എന്തായാലും നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചത് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധം നടത്തുന്നു. താങ്ക് യു അലക്സ് ബ്രോ. താങ്ക് യു ഉണ്ണിച്ചേട്ടൻ. ഞങ്ങളോട് ഇത്ര നേരം 10ാം പടി ധാർമ്മിക നിലവാരത്തെ എങ്ങനെ